1600-ലധികം സർവകലാശാലകളും 1,00,000+ കോഴ്സുകളും UG, PG, ഡിപ്ലോമ, MS വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ. കൗൺസിലിംഗ് മുതൽ വിസ വരെ, ഫോറക്സ്, ലോൺ, ട്രാവൽ, അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടച്ച്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 800 800120. നിങ്ങൾ റെഡിയാണോ? ആദ്യത്തെ സ്കിറ്റ് ഇറക്കട്ടെ. വിളിക്കൂ. രാജ്മോഹനുണ്ട്, വിഷ്ണു ഉണ്ട്, അഭിലാഷ് ഉണ്ട്. ഒരു ഉഗ്രം കൈയടി. ഒലക്കേട മൂട്. എടാ ഞാനിപ്പോ അങ്ങോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ എന്റെ മൂട് നീ കാണും. ആവശ്യമില്ലാത്തൊക്കെ കേറി പറഞ്ഞ് പറയാൻ വന്നത് മറന്നും പോയി. കിട്ടി. തോട്, വയല്, കലിങ്ക് പറഞ്ഞ അടയാളം വെച്ച് ഇവിടെ തന്നെയാണല്ലോ വരാൻ പറഞ്ഞത്. എന്നിട്ട് ഈ പുള്ളിക്കാരൻ്റെ എങ്ങോട്ട് പോയി? സാരമില്ല, ഒന്ന് വിളിച്ചു നോക്കാം. ഹലോ ഹലോ, ചന്ദ്രനാ വിളിക്കുന്നത്. ചന്ദ്രനെ വിളിക്കാൻ നീ ആരാടാ? പേടക വന്നോ? രാവിലെ വളിച്ചത് വല്ലതാണോ കഴിച്ചത്? എന്താ പറ്റി? ആമാരി സാധനം അടിച്ചു വിടുന്നോണ്ട് ചോദിച്ചതാ. അല്ല, നീ വളിച്ച കാര്യം പറ. വളിച്ച കാര്യമോ? അല്ല, വിളിച്ച കാര്യം പറ. അയ്യോ, ഞാൻ ചന്ദ്രനാന്ന്, ഡിസ്ക് ചന്ദ്രൻ. ചന്ദ്രൻ, നീ എവിടെ വന്നോടാ? ഞാൻ ഇവിടെ വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട് മണിക്കൂർ ഒന്നായി. ചന്ദ്ര, നീ ഒരുമാതിരി ലോജിക്കില്ലാതെ സംസാരിക്കരുത്. ഇതിപ്പോ തുടങ്ങിയിട്ട് 3 മിനിറ്റ് ആയല്ലോ, പിന്നെ അങ്ങനെ 1 മണിക്കൂറാവും. അല്ല, ഞാൻ പറഞ്ഞപ്പോ അങ്ങ് പറഞ്ഞു പോയതാണ്. ഈ ആശാൻ എവിടാ? വരുവാ. അയ്യോ, അങ്ങോട്ട് വേഗം പോര്, ഞാൻ വെയിറ്റ് ചെയ്യുവാ. ഞാനിപ്പൊ വിളിച്ചത് എന്റെ ആശാനെയാ, ചട്ടമ്പി കുഞ്ഞുമൻ. പുള്ളിയെ കൊണ്ട് കൂട്ടിയാ കൂടാത്ത കാര്യത്തിന് എന്നെ വിളിക്കാറുള്ളൂ. പുള്ളി വന്നു കഴിഞ്ഞാൽ എന്താ വിഷയമെന്ന് എനിക്കും നിങ്ങൾക്കും അറിയാൻ പറ്റും. അപ്പൊ പുള്ളി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. പിന്നെ എനിക്ക് വെറുതെ നിൽക്കുന്ന സ്വഭാവം ഇഷ്ടമില്ലാത്തോണ്ട് 2 പുഷപ്പ് കീച്ച. അയ്യോ എന്റെ അമ്മച്ചേ, എന്റെ അമ്മച്ചേ, അയ്യോ എന്റെ അമ്മച്ചേ, അയ്യോ അയ്യോ അയ്യോ. ഈ പുല്ലിനോട് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ആവശ്യമില്ലാത്തടത്ത് കയറിയിരിക്കരുത്. കുറച്ചുകൂടെ താഴോട്ട് പോയിരുന്ന എന്താകുമായിരുന്ന അവസ്ഥ? നാശം. ഉറിഞ്ഞൊരു പരുവായി, മത്തി വരുന്ന പോലെ ആയി. ഇപ്പൊ എന്ത് ചെയ്യും? ചന്ദ്ര, എന്റെ ഇടി കിട്ടിയിട്ട് സുഖിക്കുന്നു. അയ്യോ, ആശാനാ. സുഖമാണോ ആശാനെ? പിന്നെ ഇടിച്ചു കലക്കി കഴിഞ്ഞാൽ മുടിഞ്ഞ സുഖമാടാ. ഈ ഡബ്ല്യൂവും കടിച്ചു പിടിച്ചു വന്നതുകൊണ്ട് എനിക്ക് ആളെ മനസ്സിലായില്ല. ചന്ദ്ര, അതെ, ഒരു ക്ലൂ തന്നാ മതിയായിരുന്നു. എങ്ങനെ ക്ലൂ തരൂടാ? നിന്റെ ആദ്യത്തെ ഇടി എന്റെ ക്ലൂവിനല്ലായിരുന്നു. എടാ ചന്ദ്ര, എന്നാലും നീ പുറകിന്നുള്ള അടവ് എങ്ങനെ പഠിച്ചടാ? അത് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ആ വളവിലൊരു പൊറോട്ട കടയുണ്ട്. അവിടെ ഇതൊക്കെയാണോ പഠിപ്പിക്കുന്നത്? അല്ലെന്ന്. അവിടുന്ന് ഒരു 4 പൊറോട്ടയും 1 ഇറച്ചിക്കറിയും ഞാൻ കഴിച്ചു. എന്നിട്ട് കാശ് കൊടുത്തില്ല. അത് നിന്റെ ചിരവാടവ്. അയ്യോ, ഞാൻ കാലത്ത് കൊടുക്കാന്ന് പറഞ്ഞതാ. ഏത് കാലത്ത് കൊടുക്കാവുന്നടാ? ഉണ്ടാകുന്ന കാലത്ത് കൊടുക്കാന്ന് ഞാൻ അവനോട് പറഞ്ഞു. അപ്പൊ അവൻ വന്ന് എന്റെ പുറകെ പിടിച്ചെന്ന് പറഞ്ഞല്ലേ ഞാൻ എടുത്ത് അടിച്ചത്. ആശാനെ തിരിച്ചടിക്കണമെന്നുണ്ടോ? എനിക്കങ്ങനെ ഒരു ചിന്ത പോലുമില്ല. പിന്നെ നീ പണ്ടേ അങ്ങനാന്നല്ലോ, ഒന്നിൽ ആശാന്റെ നെഞ്ചത്ത്, പിന്നെ കളരിക്ക് പുറത്തോട്ട് ഇവൻ പോയിട്ടേ ഇല്ല. ചന്ദ്ര, നിനക്ക് ഭയങ്കര മാറ്റം വെച്ചു. അത് കുളിച്ചിട്ട് 2-3 ദിവസമായി, അതുകൊണ്ടായിരിക്കും മാറ്റം വന്ന് പറഞ്ഞു. അതല്ല, അത് എനിക്കുണ്ട്. ഞാനതല്ല പറഞ്ഞത്, നിനക്ക് നീളം വെച്ചു. അയ്യോ, അത് എങ്ങനെയാ നീണ്ടെന്നറിയാവോ? വലിച്ചു നീട്ടിയാന്നോ? വലിച്ചു നീട്ടാൻ ഞാൻ ഒട്ടുപാലൊന്നുമല്ല. ഈ കണ്ണൂരു, വിയൂരു, പൂജപ്പുര ഇവിടൊക്കെ പോയാ നീളം വെക്കുവോ? ഇവിടെ പോയി നീളം വെച്ചല്ല, അവിടെ കൊണ്ടുപോയി നീളം വെപ്പിച്ചതാ പോലീസുകാരി. ഈ ബെഞ്ചിലോട്ട് കിടത്തും, എന്നിട്ട് ഓലക്കയിട്ട് ഉരുട്ടി അങ്ങ് നീട്ടി. എന്നാലും ചന്ദ്ര, നിന്നെ ഞാൻ ഫോണിൽ വിളിച്ചിട്ട് കിട്ടിയില്ലല്ലോടാ. പൂനെ വിളിച്ചു കഴിഞ്ഞാൽ എന്നെ കിട്ടത്തില്ല. എന്നെ കിട്ടണമെങ്കിൽ ബോംബെ വിളിക്കണമായിരുന്നു. ബോംബെക്ക് പോയോ? പിന്നെ ഞാൻ കറങ്ങി ചെന്ന് ധാരാവി ചെന്ന് പെട്ട്. അയ്യോ, ഇവിടെ ഇത്രയും സ്ഥലം കിടക്കണ്ടെന്ന് നീ ധാരാവി പോയി പെടുത്ത എന്തിനാ? ധാരാവി പോയി പെടുത്തെന്നല്ല പറഞ്ഞു, ധാരാവി പോയി പെട്ടെന്നാ. അങ്ങനാന്നോ? എന്നിട്ട് അവിടെ ചെന്ന് ഞാനാണ് ഒരു ഗ്യാങ് ഉണ്ടാക്കി. അതായത് ഈ ഗുണ്ടാ ഗ്രൂപ്പ്. ഇതിനൊക്കെ ഗ്രൂപ്പ് ഉണ്ടോ? അയ്യേ, ഗുണ്ട എന്നാ പറഞ്ഞത്. അതുണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ സത്യം പറഞ്ഞ അവിടെ ഒന്ന് പച്ച പിടിച്ച് വരുമായിരുന്നു. അപ്പൊ ഇവിടുന്ന് ഉണക്കി കൊണ്ടുപോകായിരുന്നു. എന്ത്? അവിടെ ചെന്ന് പച്ച പിടിപ്പിക്കാൻ? അതല്ലെന്ന്, ഒന്ന് രക്ഷപ്പെട്ട് വരുമായിരുന്നു. ഈ രക്ഷപ്പെട്ട് വന്ന സമയത്ത് ഒരു ദിവസം രാത്രി ഒരുത്തൻ എന്റെ അടുത്ത് പോട്ടിക്ക് വന്നു. അതെ, ശരി, ഗുണ്ടയാണെന്നും പറഞ്ഞ് ബോംബെ ചെന്ന് തട്ടുകടയിട്ട്. അങ്ങനെ പറഞ്ഞ പിന്നെ ആരാണ്ട് പോട്ടിക്കറി ചോദിച്ചോ? പോട്ടിക്കറി അല്ലെന്ന്, പോട്ടി, അതായത് ഛകട. അതെ, ഈ ഛകട എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ദേഷ്യം വന്നു. ഞാൻ ഒന്നും നോക്കിയില്ല, ഇവനെ എടുത്ത് മലത്തി ഒറ്റ അടിയായിരുന്നു. അയ്യേ, നീ അടിച്ചപ്പോ അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ മാറ്റി അടിക്കണ്ട. മലത്തി അടിച്ചെന്നാ പറഞ്ഞു. അതായത്
മറിച്ചിട്ടെന്നാ പറഞ്ഞത്. ഓ അത് ശരി, അപ്പൊ അത് ഗുണം ചെയ്യും. അപ്പുറത്തെ സൈഡ് കൂടെ അങ്ങ് വെന്തോളുമല്ലോ. വേവാൻ വേണ്ടി മസാല ദോശയല്ല മറിച്ചിട്ടേക്കുന്നത്, ഒരു മനുഷ്യനെ എടുത്ത് മറിച്ചിട്ടേക്കും. എന്നിട്ട് ഇവന്റെ നെഞ്ചത്തോട്ട് കേറിയിരുന്ന് അവനെ കൊല്ലാനായി വാളും വെച്ചു. അയ്യേ, ഒന്നാമതന്നെ അവനെ മലത്തി അടിച്ചു, പിന്നെ അവന്റെ നെഞ്ചത്ത് കയറിയിരുന്ന അവന്റെ വായിക്കത്തി വാള് വെക്കേണ്ട കാര്യമുണ്ടോടാ? വടിവാള് വെച്ചെന്നാ പറഞ്ഞത്. ആണോ? അപ്പൊ ഞാനിങ്ങനെ കൊല്ലാനായിട്ട് നിൽക്കുമ്പോ പുറകിന്ന് എന്റെ കൂട്ടുകാരൻ ഒറ്റ ഡയലോഗ്. എന്തുവാ? എന്തിനാടാ കൊന്നിട്ട്? നമ്മൾ അനാഥരാണ്, പക്ഷെ ഗുണ്ടകളല്ല. ഇത് കേട്ടതും ഈ വാളും വടിവാളും ഒക്കെ അവിടെ ഇട്ടിട്ട് അടുത്ത ട്രെയിനിൽ ഞാൻ നാട്ടിലോട്ട് വന്നു. നാട്ടിലിപ്പോ എവിടാ താമസിക്കുന്നേ? നാട്ടിൽ ഞാൻ കുട്ടനടുത്തു കൊതവറ. എവിടാ? കൊതവറയെന്ന്. എടാ, നീ മലമ്പ്രദേശത്ത് പോയി വസവ വാങ്ങിക്കാതെ ഞാനൊക്കെ താമസിക്കുന്ന കണ്ണായ സ്ഥലത്ത് വന്ന് താമസിച്ചു കൂടെടാ. ആശാൻ എവിടെ താമസിക്കുന്നത്? അഞ്ചരക്കണ്ടി. ആ, അത് പിന്നെ ഭൂപ്രദേശമാണ്. അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എന്നെ വിളിച്ചു വരുത്തിയ എന്തിനാ? വിളിച്ചു വരുത്തിയ കാര്യമുണ്ടാ, പറയാം. നിനക്ക് എങ്ങോട്ടൊക്കെ പോണോന്ന് പറഞ്ഞു. അയ്യോ, അത് ഞാൻ മറന്നുപോയി. ഈ മറന്നു പോകുമ്പോ ഇടക്കിടക്ക് ഓർമ്മിപ്പിക്കും. അത് ഞാൻ ചെയ്യും. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അധികം നേരം ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. എനിക്ക് ഈ പോലീസുകാർ കപ്പ ചുമത്തിയേക്കുക. പോലീസുകാരാണ് നിനക്ക് കപ്പയൊക്കെ ഉണ്ടാക്കി? കപ്പയല്ല, കാപ്പ. അതെന്തോടെ സാധനം? അത് ഈ മെയിൻ ഗുണ്ടകൾക്ക് തരുന്ന വലിയൊരു അവാർഡാ. ഏകദേശം ഇത്രയും പൊക്കമൊക്കെ ഉണ്ടാവും. അപ്പൊ ഈ മെയിൻ ആശാനായിട്ടുള്ള എനിക്ക് കിട്ടത്തില്ലയോ? അത് കയ്യേരി പോലെ ഇരിക്കും. അങ്ങനെയുണ്ടോ? ഇത് മാത്രം കഴിഞ്ഞാൽ പോരാ, എനിക്ക് ഇത് കഴിഞ്ഞിട്ട് തമിഴ്നാട്ടിലോട്ട് പോകണം. അതെന്തോ അവിടെ ഉണ്ടോ? അവിടെ ഗുണ്ട ആക്ട് നടക്കുക. അതെന്തോ സാധനം? അതെന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങള് വൈകുന്നേരം ഒരു 5 മണിയാകുമ്പോ ഗുണ്ടകൾ എല്ലാരും കൂടെ കൂടിയിരുന്ന് ആക്ട് ചെയ്യും. അതാണ് ഈ ഗുണ്ട ആക്ട്. അതിനകത്ത് പങ്കെടുക്കണോ? തമിഴ്നാടിന്റെ കാര്യം പറഞ്ഞപ്പോ ഞാനൊരു കാര്യം ഓർത്തു. പണ്ട് ഞങ്ങള് തെങ്കാശിയിൽ ഒരു അടിച്ചു പോയി. ആ കാര്യം ഒന്നും ചന്ദ്രനെ ഓർമ്മിപ്പിക്കരുത്. തെങ്കാശിയിലെ കാര്യമൊക്കെ പറഞ്ഞാൽ ചന്ദ്രൻ ഇവിടെ നിൽക്കാതെ നേരെ ചന്ദ്രന്റെ പാടിന് പോകും. അങ്ങനെ പറഞ്ഞു കൊടുക്കണം, എന്നാലല്ലേ സംഭവം എന്താണെന്നറിയാവോ? ഒരടി ഉണ്ടെന്നും പറഞ്ഞ് ഇയാൾ എന്നെ തെങ്കാശിയിലോട്ട് വിളിച്ചോണ്ട് പോയി. ഞാൻ വിചാരിച്ചു ഒരടിയല്ലേ ഉള്ളൂ, പോയേക്കാം. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഒരടിയാണോ 2 അടിയാണോ 100 അടിയാണോ എന്ന് ഒരു പിടിയുമില്ല. അവസാനം ഞാൻ ഓടിച്ചെന്നൊരു മംഗലത്തിനകത്ത് കയറി ഒളിക്കുകയായിരുന്നു. കണ്ടോ കള്ളത്തരം പറയുന്നേ? മംഗലത്തിനകത്ത് കയറാൻ പറ്റുമോ? അടി കിട്ടിയാല് എങ്ങനെ കയറും? അടി കൊണ്ട് ചുരുണ്ട് പോയി കഴിഞ്ഞാൽ മംഗലത്തിനകത്ത് മാത്രമല്ല, കുപ്പിയുടെ അടപ്പിനകത്ത് വരെ കയറി ഇരുന്നിട്ടുണ്ട് ചന്ദ്രൻ. അതാണ് കളി. എന്നിട്ട് അവസാനം ഇവരെന്നെ അടുത്തൊരു പുഴുങ്ങുകയും ചെയ്തു. പുഴുങ്ങി അവിടെ അന്ന് കലംപൊങ്കാലം നടക്കായിരുന്നു. ആ കലത്തിനകത്ത് കയറിയിരുന്നു. വേറൊരു കാര്യമുണ്ട് കേട്ടോ, അന്ന് ഈ അടിയിൽ ഞാൻ മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ. അത് ഞാൻ കണ്ടായിരുന്നു. അങ്ങനെ ചത്ത ആമയുടെ തോടെടുത്ത് പുറത്ത് വെച്ച് കെട്ടി കയ്യും കാലും വെളിയിലിട്ടിട്ട് എഴഞ്ഞു പോണ്. അടിക്കാൻ പിടിച്ചോ പറയാ, അടിക്കല്ലേ, ഞാൻ ആമയാണ്, ദോഷം കിട്ടും. അത് പറഞ്ഞപ്പോഴാണ് തലയ്ക്ക് ഒറ്റ അടി കിട്ടിയത്. ആമയുടെ കോസ്റ്റ്യൂം ഇട്ട് എഴഞ്ഞു പോയാൽ മാത്രം പോരാ, തല വലിച്ചകത്തിടാനുള്ള ബുദ്ധിയും കൂടെ കാണിക്കണം. എന്നെ പിടിച്ചോണ്ട് പോയിട്ട് 6 മാസം എന്നെ കൂട്ടിലിട്ട് വളർത്തി. എന്തിന്? നക്ഷത്രയാമയൊന്നും പറഞ്ഞു. എന്നിട്ട് ഞാൻ അവിടുന്ന് വലിച്ചു പറ്റി വരാൻ പെട്ട പാടുണ്ട് ദൈവം തമ്പുരാനെ. അതൊക്കെ ഇരിക്കട്ടെ, ഈ 5-8 ശിഷ്യന്മാരുള്ള കൂട്ടത്തിൽ എന്നെ മാത്രം വിളിച്ചു വരുത്തി എന്തിനാ? നിന്നെ വിളിച്ചു വരുത്തിയ ഒരു കാര്യമുണ്ട്. മറ്റേ എല്ലാ ശിഷ്യന്മാരും എന്ന് പറഞ്ഞാൽ അടിയിൽ എഴുതി വെച്ചാ ഓടും. പക്ഷെ ഇവൻ അങ്ങനല്ല, നിന്നങ്ങ് കൊള്ളും, എന്നങ്ങ് കൊടുക്കും. അതുകൊണ്ടാണ് നിന്നെ വിളിച്ചു വരുത്തിയത്. അല്ല, എന്നെ വിളിച്ചു വരുത്തിയ കാര്യം എന്താന്ന് പറയാം. ഞാൻ പറയാം. നിന്നെ വെച്ചൊരു കളി കളിക്കാനായി എന്റെ തീരുമാനം. എന്നെ വെച്ച് കളിക്കുന്നോണ്ട് കുഴപ്പമില്ല, പൊളിഞ്ഞ് കൊട്ടേ കയറി എന്നെ ഒന്നും പറയാം. ഉടനെ അങ്ങനെയാണെന്ന് പറയുന്നത്. ഞാനായോണ്ട് ഒന്നും പറയാൻ പറ്റില്ല. നീ പൊളിക്കും. കഴിഞ്ഞ പരിപാടി പൊളിച്ചാ നീ ഒരു ഒറ്റ ഒരുത്തൻ കാരണം. ഏത് പരിപാടി? നിനക്കൊരു പെണ്ണിനെ വിളിച്ചോണ്ട് പറഞ്ഞു. അതൊന്നും എന്നെ ഓർമ്മിപ്പിക്കരുതെന്ന് പറഞ്ഞില്ലേ? ഞാൻ ഒരു പെണ്ണുമായിട്ട് മുടിഞ്ഞ പ്രേമമായിരുന്നു. ആ പെണ്ണിന്റെ അച്ഛന് ഇച്ചിരി മുടയാ. ഇങ്ങനെ എന്റെ അടുത്ത് വന്നിച്ചും പറഞ്ഞു അതൊന്നും ഒരു വിഷയമല്ല, പെണ്ണിനെ അടിച്ചോണ്ട് വരാന്ന് പറഞ്ഞു. ഇയാളെ വിളിച്ചോണ്ട് ഞാൻ പോയപ്പോ ഞാൻ പറഞ്ഞ പെണ്ണിന്റെ അച്ഛന് ഇച്ചിരി ആള് കലിപ്പോ ഒന്ന് സൂചിപ്പിക്കണമെന്ന്. അതിന് ഈ കള്ളക്കളവൻ ചെയ്ത എന്താണെന്നറിയോ? കട്ടിലേക്ക് കിടന്ന് ഉറങ്ങി അയാളുടെ തലക്കി ചെന്നിരുന്ന് കിന്നാരത്തുമ്പിയുടെ കഥ പറഞ്ഞു പറയാൻ ഞാനല്ലേ പറഞ്ഞ സുഖിപ്പിച്ചു കൊടുക്കാറുണ്ട്. ഞാൻ പിന്നെ എന്തോ ചെയ്യണോടാ? എന്റെ കഥ പറയാനാ പറഞ്ഞത്. എന്റെ കിടക്കുന്നത് കിന്നാരത്തുമ്പിയുടെ കഥ പറഞ്ഞിട്ട് സുഖിച്ചില്ല, പിന്നെ ഇവന്റെ കഥ പറഞ്ഞു ആർക്കും സുഖിപ്പിച്ചിട്ട് അങ്ങ് പോയി. അവരെന്നെ തൂക്കിയിട്ട് അടിക്കുമായിരുന്നു. തൂക്കിയിട്ട് അടിക്കുമ്പോ ചൂണ്ടുപറമ്പം കാണിച്ച് നിർത്തണമായിരുന്നടാ. അത് ഞാൻ ചൂണ്ടി. അപ്പൊ അവന്മാര് പറയാ അടിയും കൊണ്ടിട്ട് വിരലി ചൂണ്ടെന്ന് പറഞ്ഞ ആ കൈ പിടിച്ചോടിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞ് ഞാൻ വിരലി ചൂണ്ടിയല്ല മർമ്മം കാണിച്ചെന്ന്. ഇത് പറഞ്ഞു തീരുന്ന മുമ്പേ മുണ്ട് ഊരി. പിന്നെ മർമ്മത്തായിരുന്നു അടി. മർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയാം മർമ്മം. അല്ല, വിളിപ്പിച്ച കാര്യം പറയാ. വിളിപ്പിച്ച കാര്യം എന്ന് പറഞ്ഞാല് നിനക്കറിയാവില്ല, എനിക്കൊരു മോളാണ്. അത് ശരി. അതും കൈ വെച്ചോണ്ട് വന്ന് ഇത്ര നേരം വർത്താനം പറയാ. ഒരു ഗ്ലാസ്സിലോട്ട് ഒഴി. എന്ത് സ്മോൾ ഇരിപ്പുണ്ട്? അയ്യോ, സ്മോള് പൂച്ചുന്ന കാര്യമല്ല പറഞ്ഞത്, എനിക്കൊരു മോളാണല്ലോ. അത് പറ. കൊച്ചെവിടാ? കൊച്ചു റോപ്പുംപടിയില്ല പുറത്ത്. എന്ത് കൊച്ചി? അതല്ലെന്ത് ചോദിച്ചത്, മോളെവിടാന്ന്? അത് നമുക്ക് ഇവിടെ കുറച്ച് കഴിയുമ്പോൾ തട്ടുകടയിൽ നിന്ന് വാങ്ങിച്ചു തരാം. എന്ത് മുളക് വട? ദൈവമേ, മോളെന്ന് പറഞ്ഞപ്പോ സ്മോളെന്നൊന്നും ഞാൻ പറഞ്ഞു പോയി. അതിന് ചുമ്മാതങ്ങ് അടിച്ചോണ്ടിരിക്കുവ.
അതല്ലെന്ന് ഞാൻ ചോദിച്ചത്. പിന്നെന്താ പറഞ്ഞേ? നിങ്ങളുടെ മോള് കൊച്ചി അതിപ്പോ എവിടാണ്? ആ കൊച്ചിനെ മോളെ ഞാൻ തമിഴ്നാട്ടിൽ പഠിക്കാൻ വിട്ടേക്കുവാ. എന്ത് വിഷയം? വിഷയം എന്ന് വെച്ചാൽ അവിടെ ചെന്നപ്പോ സീറ്റ് കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞ മൂടിന്റെ വിഷയം. വെള്ളം ഉണ്ടാക്കിയാൽ ഞാൻ ഈ മുനിസിപ്പാലിറ്റിയെ ഏടിച്ച് അങ്ങ് കസാരക്കേജ് കയറ്റി. അല്ല, ഈ കൊച്ചിന് സീറ്റ് കൊടുത്തില്ലെന്ന് പറഞ്ഞ് മുനിസിപ്പാലിറ്റി എനിക്ക് അങ്ങോട്ട് പിടി കിട്ടുന്നില്ല. സംഭവം എന്താണ്? മുനിസിപ്പാലിറ്റി എന്ന് പറയുമ്പോൾ മറ്റേ ഇല്ല തയ്യൊക്കെ കെട്ടി വലിയ സാറില്ലടാ കസാരയിൽ. പ്രിൻസിപ്പാൾ അവനെ ഇടിച്ച് ഭിത്തി കയറ്റി. അവനെ ഇടിച്ചാ കയറ്റി. അതാണോ വിഷയം? ശരിക്കും പറഞ്ഞാൽ അതല്ല വിഷയം. പിന്നെ എന്റെ മോൾ അവിടെ പഠിക്കാൻ പോയടാ. പഠിക്കാൻ പോയപ്പോ എന്റെ കുഞ്ഞിനെ അടിച്ച് റാഞ്ചിക്കൊണ്ട് പോയടാ. ദൈവമേ, കോഴിക്കുഞ്ഞിനെയാണോ പഠിക്കാൻ വിട്ടത്? റാഞ്ചിക്കൊണ്ട് പോയെന്ന് പറഞ്ഞു. റാഞ്ചിക്കൊണ്ട് പോയതല്ല, എന്റെ കുഞ്ഞിനെ അടിച്ചു മാറ്റിക്കൊണ്ട് പോയി കല്യാണം കഴിച്ചു. ആശാന്റെ കൊച്ചിനെ ആരുണ്ട് അടിച്ചു മാറ്റി കല്യാണം കഴിച്ചത്? എന്നോടാ ചന്ദ്രന് ഇത് സഹിക്കാൻ പറ്റത്തില്ല. ഡിസ്ക് ചാൻഡിന്റെ സ്വഭാവം വെച്ച് ഇത് ഗുണ്ടകൾക്ക് നാണക്കേടാണ്. സത്യം പറ, അവൻ എവിടാ താമസിക്കുന്നത്? പാതാളത്തി. മാവേലിയാണോ കൊച്ചിനെ അടിച്ചത്? അല്ല, പാതാളത്ത്, എറണാകുളത്ത് പാതാളത്ത്. എന്നാ പിന്നെ വഴിയേറി വന്ന് നിന്ന് സംസാരിക്കാതെ പാതാളത്തിലോട്ട് പോ. അങ്ങനെ പോയിട്ട് കാര്യമില്ല. അവന്റെ വലത്ത് പോക്ക് ഇതുവഴിയാ. മാടനാണോ അവൻ? എന്ത് വരുത്തു പോക്കണ്ടെന്ന് പറഞ്ഞു? അല്ലെന്ന്. എടാ അവന്റെ പോക്ക് വരും ഇതുവഴിയാന്ന്. അതിന് എന്നെ കണ്ടിട്ട് കാര്യമല്ല, വില്ലേജ് ഓഫീസറെ പോയി കാണുന്നു. പോക്ക് വരവ് ചെയ്ത് കൊടുക്കാൻ എനിക്ക് അറിയത്തില്ലെന്ന്. എന്തിനാടാ വില്ലേജ് ഓഫീസിൽ പോകുന്നത്? പോക്ക് വരവ് ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞു. എടാ അതല്ലെന്ന്. അവൻ വരുകയും പോവുകയും ചെയ്യുന്ന ഇതുവഴിയാന്ന്. ആണോ? അവനിപ്പൊ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവനെ കയ്യിലിട്ട് കറക്കി തറയിലൊരു ഒറ്റ അടിയുണ്ട് ചന്ദ്രൻ. അത് കണ്ടിട്ട് ആശാൻ തിരിച്ചു പോയാ മതി. ഓട്ട് വരുന്നവൻ ഇവനാന്ന് ഉറപ്പാണ്. അങ്ങനെയാണ് കാര്യം. ഞാൻ ഒരു ശവപ്പെട്ടി അവന് വേണ്ടി തയ്യാറാക്കി പോകുന്നത് ചന്ദ്രനാ. ഡിസ്ക് ചന്ദ്രൻ. ചന്ദ്ര കൊല്ലണ്ട. അതവന്റെ വിധി പോലെ ഇരിക്കും. ഇവിടെ സ്ഥലത്തിനൊക്കെ ഇപ്പൊ എന്തോ വിലയുണ്ട്? കൃത്യമായിട്ട് അറിയത്തില്ല. ആരെങ്കിലും ചോദിച്ചിട്ട് പറഞ്ഞാൽ മതിയോ? മതി. ബാബു, അവന് കൃത്യമായിട്ടൊന്നും അറിയത്തില്ല. എന്തോ പോയി ചോദിച്ചേ? സ്ഥലത്തിന് എന്ത് വില? നീ സ്ഥലത്ത് കച്ചവടം നടത്താൻ വന്നു. സ്ഥലം എവിടെന്ന് അറിഞ്ഞാല് പെണ്ണ് ഇവിടെ ഉണ്ടെന്ന് അറിയാൻ പറ്റും. എനിക്കതൊക്കെ അറിയാം. നീ പോയി അവന് വരച്ചാ. ആ ശരി. എവിടെ പോകുന്നു? എണ്ണ മേടിക്കാൻ. എന്തിനാ? അവനെ വരട്ടിയെടുക്കാൻ പറഞ്ഞു. വരട്ടുന്ന കാര്യമല്ല, അവനെ പോയി പേടിപ്പിക്കണം. പേടിപ്പിക്കാൻ അത് പറയണ്ടേ, ചന്ദ്രനോട് പറയണം. ആശാനെ, ഇന്നലെ പൂത്തോട്ടയിൽ വിളിച്ച് ഒരുത്തനെ ഒറ്റടിക്ക് തറയിലിട്ടത് ഇവന്റെ 2 ഇരട്ടി ഉണ്ടായിരുന്നു. ഇനിയിപ്പോ എന്ത് ചെയ്യും? നീ പോയി ചോദിക്കണം. അതെ, പേടിച്ചോ? എന്തിന്? എന്നാ പിന്നെ പേടിക്കുന്ന വേറെ ഐറ്റം ഉണ്ട്. കൊച്ചിയിലെ ഒരു കൊച്ചു പിച്ചാത്തി പോലും ഇല്ലാതെ ഒറ്റ രാത്രി കൊണ്ട് ചന്ദ്രൻ ഒഴിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെ? കുറി വെച്ച്. അയ്യേ, വേറെ എന്തെല്ലാം മാർഗമുണ്ട്? നീ വൃത്തിയുടെ പണിയുള്ളായിരുന്നു. കുറി വെച്ചെന്നാ പറഞ്ഞത്. അതായത് ഒരുത്തനെ കുറി വെച്ചിട്ട് അവൻ വഴി വേറൊരുത്തനെ ഇട്ട് ഒഴിപ്പിച്ചു. മനസ്സിലായോ? ഇപ്പൊ പേടിച്ചോ? ഇപ്പൊ എന്തിനാ പേടിക്കുന്നത്? ഇവന് പേടിയൊന്നുമില്ല. എടാ അതും ഇതും പറഞ്ഞു നിൽക്കാതെ എന്റെ കുഞ്ഞിനെ അടിച്ചോണ്ട് പോയത് അവനാന്ന് ചോദിക്കണം. ഓ, അത് എന്റെ കുഞ്ഞിനെ അടിച്ചോണ്ട് പോയാന്ന് ചോദിക്കണം. അത് ചന്ദ്രനേറ്റ്. എന്റെ കൊച്ചിനെ അടിച്ചോണ്ട് നീയാണോ പോയതെന്ന്? ആ, അത് പറ. ഞാനിപ്പോ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. പിള്ളേരെ പെടുത്ത കാര്യമില്ല ചോദിച്ചേ. നിങ്ങൾക്ക് ആള് മാറിയത് ഞാനല്ല കേട്ടോ. ആള് മാറിയത്. അതെ, അവൻ ആള് മാറി. നീ എന്താ പോയി ചോദിച്ചേ? എന്റെ കൊച്ചിനെ അടിച്ചോണ്ട് പോയത്. നിന്റെ കൊച്ചിനെയല്ല, എന്റെ മോളെ അടിച്ചോണ്ട് പോയി കല്യാണം കഴിച്ചത് അവനില്ലെന്ന് ചോദിക്കണം. ഓ, അത് ചന്ദ്രനേറ്റ്. അതെ, എന്റെ കൊച്ചിന്റെ കാര്യമല്ല പറഞ്ഞത്. നിന്റെ കൊച്ചിനെ ആരെങ്കിലും അടിച്ചോണ്ട് പോയി കല്യാണം കഴിച്ചോന്നാ ഈ ചോദിക്കുന്നത്. എനിക്കെന്താ തലയ്ക്ക് ഓളം ഉണ്ടോ? എടാ ഞാനിപ്പോ കല്യാണം കഴിച്ചോളൂ, എനിക്ക് കൊച്ചായിട്ടില്ലെന്ന്. ആശാനാ പൂശാനാ നീ നോക്കി എടുത്ത് കാലവരി അടിച്ചു കളയും. അവൻ കല്യാണം കഴിച്ചിട്ട് അവന് കൊച്ചായില്ലെന്ന്. നീ എന്തിനാണ്? എടാ നിന്റെ കൊച്ചിനെയല്ല, അവനിപ്പോ കല്യാണം കഴിച്ചെന്ന് പറഞ്ഞില്ലയോ? പറഞ്ഞ് എന്റെ മോളെ അടിച്ചോണ്ട് പോയിട്ട് അവൻ കല്യാണം കഴിച്ചതാ. ചെന്ന് വിളിച്ചോണ്ട് പോടാ എന്റെ കുഞ്ഞിനെ. ഒന്ന് ക്ലിയർ ആയിട്ട് എന്റെ കൊച്ചിനെ ചെന്നൈന്ന് നീ എടുത്തൊരു കൊച്ചിനെ അടിച്ചോണ്ട് വന്നടാ. ലക്ഷ്മിയുടെ കാര്യമാണോ ചോദിക്കുന്നത്? ലക്ഷ്മിയാണോ ശ്രീഭദ്രയാണോ ഭാരതിയാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. അതെന്റെ മോളാന്നാ പറയുന്നത്. അയ്യോ, ലക്ഷ്മിയുടെ അച്ഛനാണോ? അച്ഛ എന്നെ അനുഗ്രഹിക്കണം. നന്നായി വരട്ടെ. പിന്നെ ലക്ഷ്മി വീട്ടിലോട്ട് പോയി കണ്ടാലോ? അച്ഛ കൊച്ചിനെ കാണാം. നീ ആരാ? ഞാനാണോടാ നീ? എടാ നീ എന്തിനാണ് എന്റെ കൂടെ വന്നത്? മോളെ കാണിക്കാൻ വേണ്ടിട്ടാണ്. പിന്നെ അവന്റെ കൂടെ കേറി പോ, കുഞ്ഞിനെ വിളിച്ചോണ്ട് വേണം. വാച്ചക്കാച്ച മേടിച്ചിരാ മോനെ. എടാ പുല്ല, ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലായ? ആ കൊച്ചു എന്റെ കൊച്ചുമല്ല, നിന്റെ കൊച്ചുമല്ല. ഈ നിൽക്കുന്ന എന്റെ ആശാന്റെ മോളാണ്. താനാരാന്ന് നീ പിന്നീട് അറിയും.
അവൻ മാറി ഞാൻ സംസാരിക്കട്ടെ. അച്ഛാ അച്ഛൻ എനിക്ക് മാപ്പ് തരണം. നിനക്ക് ഞാൻ മാപ്പ് തരത്തില്ല. എന്താ അച്ഛാ? എനിക്ക് തിരിച്ചു പോകാനുള്ള വഴി അറിയത്തില്ല. അച്ഛാ അച്ഛൻ ക്ഷമിക്കണം കേട്ടോ. എനിക്ക് വേണ്ട. അച്ഛൻ ഞങ്ങൾ രണ്ടും സംസാരിക്കണ്ട. അച്ഛാ നീ എന്നോട് സംസാരിക്കണ്ട. അച്ഛാ. നീ ചതിയനാണ്. അല്ല, എനിക്കറിയാം. എന്റെ കുഞ്ഞിനെ ഞാൻ കഷ്ടപ്പെട്ടാണ് വളർത്തിയത്. കട്ടപ്പുറത്തോ? കഷ്ടപ്പെട്ടല്ല. കഷ്ടപ്പെട്ടാണ് വളർത്തി പഠിപ്പിക്കാൻ അങ്ങോട്ട് വിട്ടത്. ഞങ്ങൾ രണ്ടുകൂടെ അങ്ങോട്ട് വരാൻ വേണ്ടിയിരിക്കുകയായിരുന്നു വീട്ടിലോട്ട്. അത് കുഴപ്പമില്ല, ഞങ്ങൾ വരും അച്ഛാ. എടാ ചന്ദ്ര, നീ എനിക്ക് എന്താ കളിക്കാൻ പോകണം? എന്റെ ഒരു കൊച്ചു പിച്ചാത്തി ഇവിടെ കളഞ്ഞു പോയി. കളഞ്ഞു പോകുന്നത് ഇവരോട് പറഞ്ഞ് മനസ്സിലാക്കണം. എടാ കൊച്ചിനെ നീ ഇന്ന് തന്നെ തിരിച്ചു കൊടുക്കണം. അല്ലെ ഡിസ്ക് ചന്ദ്രൻ എന്താന്ന് നീ അറിയും. കൊടുക്കടാ കൊച്ചിനെ. കൊടുത്തിരുന്നെങ്കിൽ എന്താ ചെയ്യണം? കൊടുത്തില്ലെങ്കിൽ നീ അത് ശരി, അവൻ വടി ഓടിച്ചപ്പോ താൻ ഗഞ്ചറ അടിച്ച് കളിക്കുകയായിരുന്നു. എടോ അവൻ കമ്പൊടിച്ചിട്ടെന്ന്. എന്റെ കണ്ണിൽ കുരുവില്ലായിരുന്നു, ഞാൻ കണ്ടു. ഇനിയിപ്പോ എന്ത് ചെയ്യും? നീ എന്നെ പോലെ പേടിച്ചിരിക്കാതെ പോയി ചോദിക്കണം. എന്താ പോയി ചോദിക്കാൻ. ഉടുപ്പൂരിട്ടിരിക്കുന്നു. ഉടുപ്പൂരി നിൽക്കുന്നവരായിട്ട് ചന്ദ്രൻ അടിക്കാൻ പോവാറില്ല. ഞാൻ നിന്നോട് പറയാൻ മറന്നുപോയി, അവൻ ഗുസ്തിക്കാരനാടാ. ഓഹോ, ചെല്ലടാ. അപ്പൊ അതൊക്കെ അറിഞ്ഞു വെച്ചോണ്ട് വിളിച്ച് വരുത്തിയ ഞാൻ പോണ്. കുസ്തിക്കാരുമായിട്ട് ചന്ദ്രൻ തല്ലാറില്ല. അതെന്താ? ഈ കുസ്തിക്കാർക്ക് നാടൻ തല്ലറിയത്തില്ല. അറിയത്തില്ല. കൂടെ ചെന്ന് വിളിക്കടാ അവനെ, ചെല്ലടാ. എന്റെ ഒറ്റ തള്ളിനവൻ ദൂരെ പോയി. അവൻ അങ്ങോട്ട് പോയതല്ലേ? നീ ഇങ്ങോട്ട് വന്നോ. ആണോ? പോയി അടിയടാ. അങ്ങനെ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. അവൻ കൊച്ചിനെ പൊന്നു പോലെ നോക്കും. അതൊക്കെ നിനക്കറിയാം. ഞാൻ അടിച്ചില്ലേ? എന്റെ 2 ചെവി 18 പൊന്നീച്ച മാറിയത്. ഒരെണ്ണത്തിന് കിട്ടിയിരുന്ന പണയം വെക്കായിരുന്നു. വന്നപ്പോ തൊട്ട് ഞാൻ പറഞ്ഞതാ വേണ്ട വേണ്ട. അപ്പൊ നിനക്ക് മൊട. എങ്ങനുണ്ടാ? എന്താടാ നീ ഒന്നും മിണ്ടാത്തത്? നിന്റെ കഴുത്ത് ഞെരുങ്ങി പോകുന്നുണ്ടോ? പിരിഞ്ഞു പോകും, പിരിഞ്ഞു പോകും. എങ്ങനുണ്ടാശാനെ? ഒരു വടി എടുത്തോണ്ട് വാ. അവനെ തല്ലിക്കൊല്ലാനാണോ? അല്ല, എനിക്കൊന്ന് നിവന്ന് നിൽക്കാനാ. എന്റെ പൊന്നാശാനെ, ഇതിൽ കൂടുതൽ ഒരുത്തനെ തല്ലാൻ ചന്ദ്രൻ അറിയില്ല. അവന്റെ കണ്ണീർ എന്റെ കാലേ വീണ്. നീപ്പൊ ലക്ഷ്മിയുടെ അച്ഛനായോണ്ട് മാത്രം ഞാൻ ക്ഷമിക്കാം. ഇനി ഇമാതിരി ഊച്ചാളുകളിൽ വിളിച്ചിട്ട് എന്റെ മുന്നോട്ട് വന്നല്ലോ പറഞ്ഞോ. കുട്ടി ആണുങ്ങളെ ചന്ദ്രൻ എന്നും നെഞ്ചോട് ചേർത്ത് വെച്ചിട്ടേ ഉള്ളു. നിന്റെ ധൈര്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. നീ പേടിക്കട്ടെ. അച്ഛനോട് പറഞ്ഞ് മാമൻ സമ്മതിപ്പിച്ചു തരാം. ഡിസ്ക് ചന്ദ്രൻ മനസ്സിലായ? ഒറ്റടിക്ക് എല്ലാത്തിനും ഡിസ്ക് ഞാൻ വെള്ളമാക്കി കളയും. അതെ, ഇങ്ങോട്ട് വന്നേ. ഇവന്റെ കയ്യിൽ നിന്ന് കൊച്ചിനെ തിരിച്ചു മേടിക്കുന്നതും ഹിമാലയം കയറുന്നതും ഒരുപോലെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ വേറൊരു ഐഡിയ ഉണ്ട്. അവന്റെ കൂടെ ആശാനും അങ്ങ് പോകും. ഒരാഴ്ച കഴിയുമ്പോ ഞാനും വരാം. എന്നിട്ട് ഇവന്റെ ബലത്തിൽ നമുക്ക് വിലസാ എന്ന് വെച്ചാ ചിലർ വരുമ്പോൾ ചരിത്രം അങ്ങ് വഴിമാറുമെന്ന്. ചരിത്രം എങ്ങനെയെങ്കിലും അടിച്ച് തീർക്കാന്ന് വെച്ചപ്പോ വീണ്ടും കളിച്ചോണ്ട് വരും. ഗംഭീരം എന്ന് പറഞ്ഞാൽ പോരാ, ഗംഭീര സ്കിറ്റ്, ഒരു ഉഗ്രം കൈയടി. രാജ്മോനെ, വിഷ്ണു, അഭിലാഷ്, ചെറുക്കൊക്കെ എഴുന്നേറ്റ് കൈയടിക്കണമെങ്കിൽ ചില്ലറായിട്ടല്ലായിരുന്നു കേട്ടോ. സ്കിറ്റി പറഞ്ഞ പോലെ ചരിത്ര നിമിഷം. ഇത് നിങ്ങളെ കൊണ്ട് സാധിക്കുള്ളൂ കേട്ടോ, വേറെ ഒരു മനുഷ്യനെ കൊണ്ട് സാധിക്കില്ല. അത്ര ഗംഭീരം എന്ന് പറഞ്ഞാൽ അതിഗംഭീര സ്കിറ്റായിരുന്നു, ഒരു രക്ഷയില്ലാത്ത സ്കിറ്റായിരുന്നു. എൻ്റെ രാജമോനെ, എനിക്ക് ഇനിയും സ്റ്റാമിന ദൈവം തരട്ടെ എന്ന് ഞാൻ പറയുള്ളൂ. അത്ര ടെമ്പോയിലാണ് തുടക്കം മുതൽ അവസാനം വരെ ആ സാധനം നിന്നത്. കാര്യം നമുക്ക് ചങ്കിടിക്കുകയാണ്, എങ്ങോട്ട് പോകുന്നു, എന്ത് ചെയ്യുന്നു, ആര് ചെയ്യുന്നു, ഒരു പിടുത്തവും കിട്ടുന്നില്ല. കാര്യം അഭിലാഷിൻ്റെ ടൈമിംഗ് ഒരു രക്ഷയില്ല കേട്ടോ. അത്ര ടൈമിങ്ങിൽ അഭിലാഷ് ഓരോ എപ്പിസോഡ് കഴിയും തോറും, ഓരോ ദിവസം നമ്മുടെ
വേദിയിൽ കയറി ഇറങ്ങും തോറും അഭിലാഷ് ഇമ്പ്രൂവായി വന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ ആ പമ്മലോ ഭയമോ പേടിയോ ഒന്നുമില്ല, മിമിക്രിയുടെ ഒരു ആക്ഷൻ പോലും ഇല്ല, നല്ല ലൈവായിട്ടാണ് പോകുന്നത്. അതേപോലെ രാജ്മോൻ ലാസ്റ്റ് വിഷ്ണു ശകലേ വന്നുള്ളെങ്കിൽ വിഷ്ണു അത് ഗംഭീരമാക്കി കളഞ്ഞു കേട്ടോ. ഇതിൻ്റെ സ്ക്രിപ്റ്റ് നിങ്ങൾ തന്നെയാണോ, നിങ്ങൾക്ക് സപ്പോർട്ട് ഉണ്ടെന്നറിയാം, പക്ഷേ ആ സ്ക്രിപ്റ്റിലുപരി നിങ്ങളുടെ അവതരണത്തിൻ്റെ ശൈലിയാണിത് ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ചത്. ഓരോരോ കൗണ്ടറുകളും അത് എണ്ണി പറയാവുന്ന കൗണ്ടറുകൾ, ഇങ്ങനെ ഗുണ്ടകളൊക്കെ ഉണ്ടോ? ഡിസ്ക് ചന്ദ്രൻ അതിൻ്റെ ആ ടേണിങ്ങുകളെ നമ്മൾ ഇതാണ് ആളെന്ന് അറിഞ്ഞതിന് ശേഷം ഉണ്ടായ മാറ്റങ്ങൾ രാജമോൻ അത് ഗംഭീരമായിട്ട് അവതരിപ്പിച്ചു. അതേപോലെ ഇതിൻ്റെ ഉള്ളിലും ആ ഭയം ഉണ്ടെങ്കിൽ പോലും ആ റൗഡിത്തരത്തിൽ നിന്ന് മാറ്റമൊന്നുമില്ല. അതെപ്പോഴും ഡിസ്ക് ചന്ദ്രൻ തന്നെയാണ്. ആശ മോട്ടർ കയറ്റി വിട്ടാ പോവുകയും ചെയ്യും. രക്ഷയില്ല. ഇനി ഇതിൽ കൂടുതൽ ഞാൻ എന്നെ ഇത് രണ്ടുപേരോട് പറയാനിരിക്കുന്നു. എനിക്കൊന്നും പറയാനില്ല. അതിമനോഹരം എന്ന് പറഞ്ഞാൽ മനോഹരം. കുറെ നാളിന് ശേഷമാണ് നസീർക്ക് ഇത്ര എക്സൈറ്റഡ് ആയിട്ട് കണ്ടത്. അതിന് നിങ്ങൾക്ക് ഒരു താങ്ക് യു. ഓക്കെ മണിക്കുട്ടാ, ഞാനും ഈ സ്കിറ്റിൽ കോമഡികൾ കൊണ്ട് നിങ്ങൾ മലത്തി മാത്രമല്ല കമഴ്ത്തിയും കിടത്തിയും ഒരു കണ്ടന്റ് കിട്ടിയപ്പം അതിനെ നിങ്ങൾ പബ്ലിക് ലബോറട്ടറി കയറ്റിയിട്ട് രക്തം കഫം എല്ലാം ചെക്ക് ചെയ്ത് അതിലെന്തൊക്കെ കോമഡി എന്തൊക്കെ കണ്ടന്റ് ആഡ് ചെയ്യാൻ പറ്റും അങ്ങനെ ആഡ് ചെയ്ത് സ്കിറ്റിനെ ഗംഭീരമായി പെർഫോം ചെയ്തു. എല്ലാവരും പറ്റി എടുത്തു പറയണം, പക്ഷേ എന്നാലും രാജ്മോഹൻ ചേട്ടനെ പറ്റി പ്രത്യേകിച്ച് എടുത്തു പറയണം. ഭായ്, നിങ്ങളുടെ ആക്ടിങ്ങിൽ ഒരു റിതം ഉണ്ട്. നിങ്ങൾ ഡയലോഗ് പറയുമ്പോൾ ചേട്ടൻ അവിടെ പോയിട്ട് ആ റിതം അതൊരു സ്പെഷ്യലാണ്. അത് നിങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. അത് എവിടെ എത്ര പേര് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അത് കീപ്പ് ചെയ്യുക. അത് വലുതായിട്ട് ഞാൻ ഒരുപാട് ആർട്ടിസ്റ്റ്, കാരണം നമ്മുടെ മലയാള സിനിമ എന്ന് പറയുന്നത് എല്ലാതരം പെർഫോമൻസ് ചെയ്യാൻ പറ്റുന്ന ആർട്ടിസ്റ്റുകൾ കൊണ്ട് സമ്പന്നമാണ്. പ്രത്യേകിച്ച് കോമഡി എടുക്കുമ്പോൾ നമ്മൾ കോമഡി ചെയ്യാൻ സമ്പന്നരായിട്ടുള്ള ആർട്ടിസ്റ്റാണ്. ഇവരിൽ നിന്ന് നമുക്കെന്ത് പ്രത്യേകതയുണ്ട്, അതാണ് നമ്മളെ കുറച്ചുകൂടെ ഹൈറ്റിൽ എത്തിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ അവസരങ്ങൾ തരുന്നത്. അത് ഞാൻ രാജ്മോഹൻ ചേട്ടനെ കാണിക്കുന്ന ഈ റിതം വെച്ചുള്ള ഡയലോഗ് പ്രസൻറ്റേഷനാണ്. തീർച്ചയായിട്ടും എല്ലാവരെയും, നിങ്ങളെയും പ്രത്യേകിച്ച് രാജ്മോഹൻ ചേട്ടനെയും ഉയർച്ചയിൽ എത്തിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു. ഗംഭീര സ്കിറ്റായിരുന്നു കേട്ടോ. താങ്ക് യു. പ്രസാദേട്ടാ, ഓ ഞാൻ ഇവിടെ ഇരുന്നിട്ട് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് എഴുന്നേറ്റ് കൈയടിക്കുന്നത്. അല്ല, അത് മാത്രമല്ല, പ്രസാദേട്ടനെ പോലൊരാൾ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കാന്ന് പറഞ്ഞാൽ അത് ഇത്രയോളം ഷോസ് എത്ര വർഷമായിട്ട് ഇൻഡസ്ട്രി നിൽക്കുന്ന ഒരാള് ഇങ്ങനെ പ്രസാദേട്ടനെ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കാന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് മിമിക്രി ലോകത്തെ ഒരു ചരിത്രമായിട്ട് വേണമെങ്കിൽ, സ്കിറ്റിന്റെ കൂട്ടത്തിലെ ഒരു ചരിത്രമായിട്ട് വേണമെങ്കിൽ ഈ മുഹൂർത്തത്തെ നമുക്ക് മാറ്റാം. അല്ല, ഇതൊരു ചരിത്രമാണിത്. സ്കിറ്റ് തന്നെ പറഞ്ഞ പ്രിൻസിപ്പളാണ്. അതെ, മിമിക്രിയുടെ ചരിത്രം എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. അത് മാത്രമല്ല, നമ്മളിപ്പോ ഇവിടെ വരുന്ന ഓരോ ടീമുകളുണ്ടല്ലോ, പത്തനംതിട്ട ടീം, മറ്റേ ടീം, ഓരോ ടീമുകൾ, ഈ ഓരോ ടീമുകൾക്ക് ഓരോരോ രീതി, ഓരോ സ്റ്റൈലുണ്ട്. ഇവർക്ക് ഇവരുടേതായ ഒരു സ്റ്റൈൽ ഉണ്ടാക്കിയെടുത്തിരിക്കും. ആ സ്റ്റൈൽ ഗംഭീരം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ ഐറ്റം നല്ലത് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ആ കൗണ്ടർ നന്നായിരുന്നു, ആ പ്രിൻസിപ്പലിന്റെ കൗണ്ടർ നന്നായിരുന്നു, ഈ കൗണ്ടർ നന്നായിരുന്നു എന്ന് പറയാനായിട്ട് ഒന്നും പറയാനില്ല. എല്ലാ കൗണ്ടറും നന്നായിരുന്നു. ഇതിനകത്ത് ചീറ്റിപ്പോയ കൗണ്ടറുകൾ ഇല്ല എന്നുള്ളതാണ്. നിറച്ച് കൗണ്ടറുകൾ കൊണ്ട് ഇങ്ങനെ ഫില്ലായിട്ട് ഞാനിങ്ങനെ ചുറ്റും നോക്കുക. ഓഡിയൻസ് കിടന്ന് ചിരിക്കുന്നു, ക്യാമറ കിടന്ന് ചിരിക്കുന്നു, ഇവിടെ ചിരിക്കുന്നു. ക്യാമറയൊക്കെ ഷേക്കപ്പുണ്ടോ? ഇല്ല, ഷേക്കാണ്ട് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഉണ്ടാവും. ഇവരൊക്കെ കിടന്ന് കമ്മന്ന് കിടന്ന് ചിരിക്കുക. ഇങ്ങനെ എല്ലാവരും കൂടെ ചിരിക്കുന്ന ഒരു സംഭവം കണ്ടിട്ടില്ല. ഈ ഗുണ്ടകളെന്ന് പറയുന്നത് എനിക്കറിയാം, പല ഗുണ്ടകളെ അറിയാം. അവരുടെ ഈ ഉൾഭാഗം അവരുടെ പേഴ്സണലായിട്ട് സംസാരിക്കുമ്പോൾ പലരും പഞ്ചപാവങ്ങളാണ്. ഭയങ്കര പേടിത്തൂർമാരുണ്ട് ഈ ഗുണ്ടകളിൽ തന്നെ. അത് നല്ല വ്യക്തമായിട്ട് നിങ്ങൾ കാണിച്ചിരിക്കുകയാണ്. അതിനകത്ത് നല്ല കൗണ്ടറും ഉണ്ട്. ആ തുടക്കം കിനാരത്തുമ്പി മുതൽ അങ്ങ് ചിരി തുടങ്ങിയതാണ്. അത് മാത്രമല്ല, ഒരടി കിട്ടിയിട്ട് തിരിച്ചിങ്ങോട്ട് വന്നിട്ട് പുള്ളി വിചാരിക്കുന്നത് പുള്ളി ഇടിച്ചെന്നാണ്. ആ ഒരു ആംഗിളിൽ ചിന്തിക്കുന്നത് ബെസ്റ്റ് സ്ക്രിപ്റ്റാണ് കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നത്. എല്ലാം കൂടെ ഗംഭീരമായിരുന്നു, സൂപ്പറായിരുന്നു. ഓൾ ദ ബെസ്റ്റ് എന്ന് പറയുന്നില്ല, കാരണം നിങ്ങൾ ഏറ്റവും ടോപ്പ് എത്തിക്കഴിഞ്ഞു. ആടുന്നപ്പോഴാണ് നമ്മൾ ഓൾ ദ ബെസ്റ്റ് എന്ന് പറയുന്നത്. അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇതിലും നല്ല സ്കിറ്റുമായി വരണമെന്നും എനിക്ക് പറയാൻ പറ്റുന്നില്ല, കാരണം ഇത് ഗംഭീരമായിരുന്നു. സൂപ്പർ. താങ്ക് യു പ്രസാദേട്ടാ. എന്നാ പിന്നെ മാർക്ക് കൊടുക്കാം. ഇന്ന് ഇത്രയും ഒരുപാട് സംഭവങ്ങൾ നടന്നൊരു സ്കിറ്റാണ്. ഞാൻ തന്നെ അങ്ങോട്ട് കൊടുക്കട്ടെ? പ്രസാദ് തന്നോ? കൊടുക്കട്ടെ, കാരണം എനിക്ക് കൊടുക്കാനുള്ള ഒരു ആവേശം. ധൈര്യമായിട്ട് തന്നോ. 45,000 തുടങ്ങിയിരിക്കുന്നു. 45,000 രൂപ. ചരിത്രങ്ങൾ ഓരോരോ ചരിത്രങ്ങളായിട്ട് പിറവിയെടുത്തോണ്ടിരിക്കുന്നു. എഴുന്നേറ്റത് ഒരു ചരിത്രം. 45,000 രൂപ എന്ന് പറയുന്നത് നമ്മുടെ ഐറ്റം വേറിലെ ഏറ്റവും ഹയസ്റ്റ് സിംഗിൾ ഇൻഡിവിജ്വൽ മാർക്കാണ്. ഓക്കെ മണിക്കുട്ടാ, പ്രസാദ് ഏട്ടനും നസീർക്ക് എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചുകൊണ്ട് എനിക്ക് കുറയ്ക്കാൻ പറ്റില്ല. ഞാൻ അതുകൊണ്ട് 55 തരികയാണ്.
55,000 രൂപ. രണ്ട് ജഡ്ജസ് കൂടെ ചേർന്ന് കൊടുത്ത മാർക്ക് എന്ന് പറയുന്നത് ഓൾറെഡി ഗോൾഡൻ പഞ്ചാണ്. ഒരു ഉഗ്ര കൈയടി. അല്ല അവര് പണിയെടുത്തിട്ടുണ്ട് അത്രയും. 45,000 രൂപ ഞാൻ പറഞ്ഞു ഒരാൾ കൊടുക്കുന്ന ഏറ്റവും ഹൈസ്റ്റ് മാർക്കാന്ന് പറഞ്ഞു. ജസ്റ്റ് പാളിപ്പോയിട്ടുണ്ട്. അതിപ്പോ മണിക്കൂർ എടുത്തിട്ടുണ്ട്. പക്ഷെ കുഴപ്പമില്ല, നമ്മുടെ ടീമിനല്ലേ ആ സന്തോഷല്ലേ. രണ്ടുപേര് ചേർന്ന് ഗോൾഡൻ പഞ്ചടിച്ചു. നസീർക്ക അങ്ങയുടെ ഊഴം. അല്ല, ഞാനിനി എന്താ ചെയ്യേണ്ട കാര്യം? അത്ര ഹാപ്പിയിൽ മാർക്ക് ഇവര് കൊടുത്ത് കയറ്റി വെച്ചു. കൊടുക്ക്. നിങ്ങൾക്ക് ഒരു ടെൻഷൻ തുടങ്ങി ഇപ്പൊ തൊട്ടേ? ഓൾറെഡി പ്രതീക്ഷിക്കുന്നതിനപ്പുറം കിട്ടിക്കഴിഞ്ഞു. പിന്നെ ഇനി എന്തോ അതിലും ടെൻഷനാ. ഓൾറെഡി പ്രതീക്ഷിച്ച ഞാനാണ് മ്യൂസിക് ഇട്ടത്. അപ്പം ഇപ്പം ഇതോടുകൂടി നിങ്ങൾ ഹാപ്പിയാണ്, തൃപ്തിയാണെങ്കിൽ നിങ്ങൾ ഇറങ്ങിക്കോളൂ. ഓക്കെ അഭിലാഷ് ചേട്ടാ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ അല്ലേ? നസീർക്കയ്ക്ക് എന്തെങ്കിലും അപ്പൊ വേണം നസീർക്ക. ഓക്കെ, ഇനി ഡിലേ ആക്കുന്നില്ല. ഓക്കെ കൊടുക്ക്. ദാ, കൊടുക്ക്. ഇല്ല, കൊടുക്കണം. കൊടുക്ക്. വാരി എടുത്തോളൂ, വാരി എടുത്തോ. ടോട്ടൽ എമൗണ്ട് ചരിത്രത്തിലെ ഏറ്റവും വലിയ മാർക്ക് 1,70,000 രൂപ. വാ നസീർക്ക, മണിക്കുട്ട, പ്രസാദ്, വാ വാ വാ. ഫ്ലവേഴ്സ് കോമഡി നൈറ്റ്മെയറുടെ ചരിത്ര നിമിഷം. ഇതുവരെ കിട്ടിയതിലെ ഏറ്റവും കൂടുതൽ മാർക്ക് 1,70,000 രൂപ. രാജ്മോൻ പറ രാജ്മോനെ. 1,70,000 രൂപ. ഇതിന്റെ അപ്പുറത്തോട്ട് ഇനി വേറെ എമൗണ്ട് ഇല്ല ഇവിടെ. ഉണ്ട്, എമൗണ്ട് ഉണ്ട്, കിട്ടിയിട്ടില്ല, കൊടുത്തിട്ടുമില്ല. പറ പറ, എന്താ പറയണ്ടെന്ന് അറിയില്ല. എന്തേലും പറഞ്ഞാ പറ്റുമോനെ? ഒരുപാട് സന്തോഷം. എങ്ങനെ അത് പ്രകടിപ്പിക്കണ്ടേന്ന് പോലും എനിക്കറിയില്ല. ഞങ്ങൾ ശരിക്കും കഷ്ടപ്പെട്ടു. ഞങ്ങൾ മാത്രമല്ല, റൂമേഴ്സ് ഒക്കെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത്. രാകേഷ് ചേട്ടൻ, ഡാഷ് വാണാവള്ളി ചേട്ടൻ ഒരുപാട് സപ്പോർട്ട് ചെയ്തു. നല്ല കൈഡി. ആരൊക്കെയാണ്? ശശാങ്കൻ ചേട്ടൻ, രാകേഷ് ചേട്ടൻ, ഡാഷ് വാണാവള്ളി ചേട്ടൻ. പാണാവള്ളി. പിന്നെ സ്കിറ്റ് കൊണ്ട് കാണിച്ചായിരുന്നു. ഞങ്ങൾ കാണിച്ചപ്പോൾ തന്നെ ചേട്ടൻ പറഞ്ഞു, എടാ ഇത് ഗംഭീര സാധനമെന്ന് പറഞ്ഞു. പിന്നെ ചേട്ടൻ അതിനകത്ത് കുറച്ച് ക്ലൈമാക്സ്. അതല്ല, രാജേഷ് ഭായി നമ്മള് വന്നിട്ട് സ്കിറ്റ് ഞങ്ങൾ 3 പേരും കൂടെ സെറ്റ് ചെയ്തിട്ട് പോയെന്ന് പറഞ്ഞു കേൾപ്പിച്ചിട്ട് പറഞ്ഞടാ ഇത് കൊള്ളാം, കുഴപ്പമില്ലെന്ന് റെഡി ആക്കിയിട്ട് വരാൻ പറഞ്ഞു. രണ്ടാമത് ഞങ്ങൾ അന്ന് രാജേഷ് ഭായിയെ കളിച്ച് കാണിച്ച് പറഞ്ഞു ഇതുപോലെ തന്നെ അങ്ങ് കളിക്കണമെന്ന് പറഞ്ഞു. പിന്നെ കുറെ കൗണ്ടർ പറഞ്ഞു കേട്ടോ. അതായത് രാജേട്ടൻ പറഞ്ഞു ഇതിൽ കയറ്റുകയും ചെയ്യരുത്, ഇതിൽ താക്കുകയും ചെയ്യരുത്, ഈ ഒരു ഫ്ലോയിൽ കളിക്കാന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ഇന്ന് രാവിലെ ഇവിടെ ഈ മേക്കപ്പ് ചെയ്ത് കോസ്റ്റ്യൂം ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ട് നടന്നു വന്നപ്പോ മറ്റേ WBCയുടെ കഥ നടന്നു വന്നപ്പോ പാലോട് പറഞ്ഞു സാധനം ഞാൻ പറയുകയും ചെയ്തു. ഞാൻ ഇതന്ന് അടിക്കും കേട്ടോ എന്ന് പറയുകയും ചെയ്തു. ശശാങ്ക ചേട്ടൻ എല്ലാവരും സ്പെഷ്യൽ എല്ലാവരും പ്രത്യേകിച്ച് അവർക്ക് തന്നെയാണ്. ഈ അവസരത്തിൽ ഈ 1,70,000 രൂപ അടിച്ച അവസ്ഥയ്ക്ക് അവരെയും കൂടി ഇങ്ങോട്ട് വിളിക്കാം അല്ലേ? തീർച്ചയായിട്ടും. എല്ലാവരും ഒന്ന് ഇങ്ങോട്ട് വരാം. രാജ് പാണാവള്ളി, ശശാങ്കൻ ചേട്ടാ. നമ്മളിവിടെ പിന്നെ ഇത് ഐറ്റം മേറയിൽ തുടക്കം മുതൽ ഇപ്പൊ എനിക്ക് തോന്നുന്നു 1000-ലധികം സ്കിറ്റ് കളിച്ചിട്ടുണ്ട്. ഈ 1000 സ്കിറ്റ് ചെറുതും വലുതുമായിട്ടുള്ള, അല്ലെങ്കിൽ 5,000 രൂപ മുതൽ 1,70,000 രൂപ അടിച്ച സ്കിറ്റ് വരെ കളിച്ചതിൽ ഈ ഗ്രൂമേഴ്സിന്റെ പങ്കെന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ഈ സ്കിറ്റ് നമ്മൾ ആർട്ടിസ്റ്റുകളും ഇത്രയും വളർന്ന് വലുതായി ഈ ഐറ്റം മേറ ഇത്രയും ലെവലിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഇവരില്ലാതെ നമുക്കതിനെപ്പറ്റി ചിന്തിക്കാനേ പറ്റത്തില്ല. ഇവർക്ക് 3 പേർക്കും ഒരു വലിയ കൈയടി അർഹിക്കുന്നുണ്ട്. അല്ല, അവരോടൊപ്പം തന്നെയാണ് നമ്മുടെ ആർട്ടിസ്റ്റുകളും. അവരൊരു 50% കൊടുത്താൽ അത് 100 ആക്കിയാണ് നമുക്ക് തിരിച്ചു തരുന്നത്. തീർച്ചയായിട്ടും. അപ്പൊ ഇവരുടെ കഴിവും അവരുടെ കഴിവും കൂടെ കൂടിയാണ് ഈ ഷോയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഇപ്പോഴത്തെ ഈ 1.70 വരെ എത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും. അതോടൊപ്പം തന്നെ ഫ്ലവേഴ്സിന്റെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട്, ആ സപ്പോർട്ടിനുള്ളതുകൊണ്ടാണല്ലോ ഇത്ര എമൗണ്ട് കൊടുത്തത്. തീർച്ചയായിട്ടും. 2 വാക്ക് സംസാരിക്കാൻ രാജ് പാണാവലിക്ക് ഒന്ന് കൊടുത്തു പ്ലീസ്. സന്തോഷം എന്നാണ് ഒറ്റവാക്കി പറയാനുള്ളത്. കാരണം നമ്മൾ പങ്കെടുക്കുന്ന ഒരു ഷോയിൽ അത് വളരെ നല്ല രീതിയിൽ ജനങ്ങൾ ഏറ്റെടുത്തു. അതിൻ്റെ ഒരു കാരണം പ്രസാദിനൊക്കെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ആർട്ടിസ്റ്റ് തന്നെയാണ് ഈ ഷോയുടെ ഏറ്റവും വലിയ ഘടകം എന്ന് പറയുന്നത്. നമ്മൾ എന്തൊക്കെ ചെയ്തു കൊടുത്താലും ഇവിടെ പെർഫോം ചെയ്താലും അതിന് റിസൾട്ട്. തീർച്ചയായിട്ടും. പിന്നെ രാജ്മോൻ, വിഷ്ണു, അഭിലാഷ് അവരൊരു ഗംഭീര പ്രയത്നമുണ്ട്, ഒരു ഭഗീരഥ പ്രയത്നം തന്നെ പറയാം. അവർ ഈ സ്കിറ്റിന് വേണ്ടി എടുക്കുന്ന എഫേർട്ട്, അതിന്റെ റിസൾട്ടാണ് ദൈവം കൊടുത്തത്. രാജേഷ്, ഈ 3 പേരും നേരത്തെ പ്രൊഫഷണൽ ആർട്ടിസ്റ്റുകളല്ല. അവർ ഈ തട്ടിൽ നിന്ന് വന്ന 3 പ്രോഡക്റ്റ് ആണ്. നമുക്ക് അഭിമാനം. ഈ തട്ടിന്റെ മുത്തുകളാണ് അവര്. ഈ തട്ടിന്റെ മുത്തുകളാണ് അവര്. അതെ അല്ലെ? കഴിഞ്ഞ ദിവസം നമ്മള് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ മീറ്റിങ്ങിൽ അർജുൻ സാർ വന്നിട്ടുള്ള മീറ്റിംഗ് ആണ്. നമ്മൾ റേറ്റിംഗ് ഉണ്ട്, അപ്പോൾ അത് താഴെ പോകാതെ ആർട്ടിസ്റ്റുകൾ നോക്കണം എന്നൊക്കെ പറഞ്ഞു. വിഷ്ണുവിനോട് സാർ ഒരു കാര്യം പറഞ്ഞു. വിഷ്ണു, നമുക്ക് മാസത്തിൽ നല്ല രീതിയിൽ ഷെഡ്യൂളുണ്ട്. വീട്ടിൽ പോയി വെറുതെ ഇരുന്ന് അവിടെ എവിടെയും കറങ്ങി നടക്കാതെ പോയിട്ട് ഒരു ദിവസമൊക്കെ റെസ്റ്റ് എടുത്തിട്ട്
കണ്ടന്റ് ഉണ്ടാക്കണം. കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് അതിനു വേണ്ടി വർക്ക് ചെയ്യണം. അങ്ങനെ വർക്ക് ചെയ്താൽ അതിന്റെ റിസൾട്ട് ഫ്ലോറിൽ കിട്ടും. സാർ ഇങ്ങനെ പറഞ്ഞു, അതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇവിടെ കണ്ടത്. കാരണം വർക്ക് ചെയ്തു ഭംഗിയായിട്ട്. വിഷ്ണു ഒന്ന് സംസാരിച്ചില്ല, അടുത്ത് ഫ്ലെക്സ് കയറാനുള്ള സമയമായി. ദൈവത്തിന് നന്ദി പറഞ്ഞു, അത്ര എനിക്ക് പറയാനുള്ളൂ. കാരണം നമ്മൾ കയറുന്ന മുമ്പ് വരെ നമ്മൾ നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്തത് ശരിക്കും. 3 പേര് നല്ലപോലെ കഷ്ടപ്പെട്ടിട്ടുണ്ട്, നല്ലപോലെ. അതുപോലെ ഗ്രൂമേഴ്സ് എല്ലാവരും കഷ്ടപ്പെട്ടിട്ടുണ്ട്, നമുക്ക് വേണ്ടി പറഞ്ഞു തരും, എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷേ കയറുന്നതിന് മുമ്പ് വരെ നമുക്കുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കയറി നിന്ന് കളിക്കുമ്പോൾ ഉള്ള സംഭവമാണ്. ഇതിനകത്ത് നിന്ന് വരുന്നത് എങ്ങനെയാണെന്നുള്ള നമുക്ക് അറിയാൻ പറ്റത്തില്ല ആർക്കും എങ്ങനെയാണ്. കളിച്ച് ചിലപ്പോൾ കയ്യിൽ നിന്ന് പോകാം, എന്തോന്ന് സംഭവിക്കുന്നു പറയും. പക്ഷേ ആ ദൈവത്തിനാണ്. വലിയ സന്തോഷമാണ്. കാരണം ഞാൻ ഈ പറയുന്ന പോലെ മിമിക്രി ആയിട്ട് മാത്രം സ്റ്റേജിൽ പെർഫോം ചെയ്തിരുന്ന ഒരാളാണ്. ഈ സ്കിറ്റൊക്കെ പണ്ട് ഞങ്ങളൊക്കെ ചെറുതായിട്ട് ഞാൻ അഭിലാഷൊക്കെ തുടക്കം ഞങ്ങളൊക്കെ തുടക്കക്കാരായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ ചെറിയ ചെറിയ സ്റ്റേജ് പരിപാടിയൊക്കെ ചെയ്തു എന്നുള്ള, അല്ലാതെ സ്കിറ്റായിട്ട് ഞാൻ അങ്ങനെ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഈ ഐറ്റം വേറെയുടെ ഫ്ലോറാണ്, ഞാനൊരു സ്കിറ്റ് ചെയ്യും എന്നുള്ള ഒരു ഉറപ്പ് എനിക്ക് തന്നെ ഉണ്ടായത്. റൂട്ട് മാറിയതും അത് ഇങ്ങനെ ഒരു പെർഫോമൻസിന് അവസരം കിട്ടിയത് കൊണ്ടാണ് എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും സന്തോഷം. കാരണം ആദ്യത്തെ ഒരു പ്രൈസ് മണി അടിക്കുമ്പോഴും 1 ലക്ഷം അടിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ടീമുകൾ അടുത്ത 1 ലക്ഷത്തിന് വേണ്ടി പറയുമ്പോൾ ഞങ്ങൾ അല്ലെങ്കിൽ അർജുൻ സാറ് ഞങ്ങളൊക്കെ പറയും അതിന് മേളിലേക്ക്. അപ്പോൾ 1.20 ഇനി അതിൻ്റെ മുകളിലേക്ക് ഇല്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കും ബാക്കിയുള്ളവർ നിൽക്കുമ്പോഴും പറയില്ല, വീണ്ടും സാധിക്കും. അതേ ആർട്ടിസ്റ്റുകൾ 1.30 1.50 എടുത്തപ്പോഴത്തേക്ക് പറഞ്ഞ് ഈ 1.50 ഇനി കുറേ നാൾ അതിങ്ങനെ നിൽക്കും. ആ ഒരു ചരിത്ര നിമിഷം ഇപ്പം 1.70 വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഈ 100% രാജേഷ് പറഞ്ഞ കണക്കില്ല, ആർട്ടിസ്റ്റുകളുടെ കഠിനമായ പ്രയത്നം, അതിനോടൊപ്പം ഞങ്ങളുടെ സപ്പോർട്ട്, അർജുൻ സാറിൻ്റെ സപ്പോർട്ട്, ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ ജഡ്ജസിൻ്റെ സപ്പോർട്ട്, ഈ പറയുന്ന ആങ്കർ അവരെ അത്രത്തോളം യൂസ് ചെയ്യുന്നു. അപ്പം ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ 2 ലക്ഷം രൂപ വരെ മേടിക്കാൻ പ്രാപ്തിയുള്ള ആർട്ടിസ്റ്റുകൾ അല്ല, അൺലിമിറ്റഡ് ആണ്. നെക്സ്റ്റ് നമുക്ക് 2 ലക്ഷം കഴിഞ്ഞതിന് ശേഷം മുന്നോട്ട് എത്ര വേണമെങ്കിലും നമ്മളെ കമ്പനി തരാൻ തയ്യാറാണ്, അല്ലേ? അപ്പൊ തീർച്ചയായിട്ടും തരും. അപ്പൊ ഈ ഒരു നമ്മുടെ ഈ ഒരു ടീമിന് അപ്പൊ വളരെ സന്തോഷം, അതിന്റെ ഒരു ഭാഗമാവുക സന്തോഷമല്ലേ? തീർച്ചയായിട്ടും. അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇത് ഫ്ലവേഴ്സ് കോമഡി, ഇത് ഓക്കെ. രാജുമോനെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ? കുറെ നാളായിട്ട് ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞു വെക്കുന്ന ഒരു ആഗ്രഹം ഇവിടെ പൂർത്തീകരിക്കണമെന്ന് മനസ്സിലുണ്ടോ? അയ്യോ, ഒരു സുരേഷ് ഗോപിയുടെ ഏതോ ഒരു ഡയലോഗ് മനസ്സിൽ കിടന്ന് കിടക്കുന്നു. എനിക്ക് സുരേഷ് ഏട്ടന്റെ വോയിസ് അറിയില്ല. ഞാൻ പുള്ളിയുടെ ഒരു ഡയലോഗ് മാത്രം ചെറിയ വേരിയേഷനിൽ പറയാം. വോയിസ് എന്റെ വോയിസ് ആയിരിക്കും, പുള്ളിയുടെ വോയിസേ അല്ല. പത്രം സിനിമയിലെ ഒരു ഡയലോഗ് ഞാൻ പറയാം. എനിക്ക് പനിയും കൂടെ ഉണ്ട്, അപ്പൊ എങ്ങനെ ആവുന്നൊന്നും അറിയാം. പനി പിടിച്ച പത്ര സിനിമയിലെ സുരേഷ് ഗോപി. പത്രം സിനിമയിലെ കർത്താവിന്റെ കുരിശാരോഹണത്തെക്കാൾ മഹത്തരമാണ് മെത്രാനച്ചന്മാരുടെയും കപട സന്യാസികളുടെയും ഡെമ്മി ഗോഡ്സിന്റെ ഒക്കെ കൊട്ടാര വൃത്താന്തങ്ങളെന്ന് ആരെങ്കിലും പറഞ്ഞ് ബോധിപ്പിക്കാൻ ശ്രമിച്ചാൽ, ചരമക്കോളങ്ങളടക്കം ഹിന്ദുവിൻ്റെയും മുസ്ലിമിൻ്റെയും ക്രിസ്ത്യാനിയുടെയും പേരിൽ ജാതി അടിസ്ഥാനത്തിൽ വീതം വെക്കാനുള്ളതാണ് പത്രപേജ് എന്ന് ആരെങ്കിലും പറഞ്ഞ് പഠിപ്പിക്കാൻ ശ്രമിച്ചാൽ, അതേത് കൊട്ടിക്കോഷിച്ച പാരമ്പര്യത്തിൻ്റെ പേരിലായാലും ശരി, ചെവിക്കൊള്ളാതിരിക്കാനുള്ള ബുദ്ധിവികാസം ഉണ്ടാവണം പത്രലേഖകന്മാർക്ക്. സോ ഡോണ്ട് എവർ ലെറ്റ് ദാറ്റ് സെറ്റ് ടു യുവർ ബ്രെയിൻസ്, ഡോണ്ട് എവർ ലെറ്റ് ദാറ്റ് സെറ്റ് യുവർ സ്റ്റാൻഡേർഡ്, and don't ever let that deceive your discretion. And then വൈറ്റ് ഹൗസിലെ അടിച്ചുതളിക്കാരുടെ അടിക്കുപ്പായത്തിൽ അമേരിക്കൻ പ്രസിഡന്റിന്റെ കാമവിഭ്രാന്തികളുടെ കറ പുരണ്ടു പോയോ എന്ന് ഹരിച്ചും ഗുണിച്ചും വേണ്ടി വന്നാൽ മണപ്പിച്ചും പരിശോധിക്കാൻ അറപ്പില്ലാത്ത ഗ്ലോബൽ മീഡിയയുടെ ഫോത്തറൈസ് പാപ്പരാസി സംസ്കാരം മാവരുത്. കണ്ടില്ലേ, മക്കളെ നെഞ്ചോടക്കി പിടിച്ച് മന്ത്രി പൊങ്കോന്മാരുടെ സഞ്ചാര പദങ്ങളിലും ജില്ലാ കളക്ടർമാരുടെ കൊള്ള തുക്കടി സായിപ്പന്മാരുടെ ബംഗ്ലാവ് അടിക്കലും ചെന്ന് കുടിനീരിന് വേണ്ടി ശബ്ദമുയർത്തുമ്പോൾ പോലീസിന്റെ തെറിയും നെറിയേടും ലാത്തിയടിയും സഹിക്കേണ്ടി വരുന്ന നിരാലംബരായ അമ്മമാരുടെ കഷ്ടപ്പാടുകളിലേക്ക് തുറന്നു പിടിച്ച കണ്ണുകളാവണം വാർത്ത. ദാഹജലം കിട്ടാതെ തൊണ്ട പൊള്ളി നിലവിളിക്കുന്ന പൈതങ്ങളുടെ കണ്ണുനീരാവണം വാർത്ത. ഇത്രയും പറഞ്ഞപ്പോൾ അവക്ക് എന്നോട് പ്രണയം. ഇത് ഒരു മിമിക്രിക്കാരൻ ഡയലോഗ് പറയൂല്ലോ കേട്ടോ. അതല്ലേ സൗണ്ട് പിടിക്കാതെ ഇത് എങ്ങനെ പഠിച്ചെടുത്തു? അടിപൊളി. അടിപൊളി, നല്ല കൈഡി. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും പോവാം, പിരിഞ്ഞു പോവാം. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. സ്കിറ്റ് എടുക്കട്ടെ? സ്കിറ്റ് എടുക്കാം. കൊച്ചു പ്രതിവേട്ടനുണ്ട്, അമലുണ്ട്, സിസിമോളുണ്ട്. ഒരു നല്ല കൈഡി കൊടുത്ത്.
ചന്ദനം മണക്കുന്ന പൂന്തോട്ടം ചന്ദ്രിക മെഴുകിയ മണിമുറ്റം ഉമ്മറത്തമ്പിളി നിലവിളക്ക് ഉച്ചത്തിൽ സന്ധ്യയ്ക്ക് നാമജപം ഹരിനാമജപം. ഇവിടെ കാണാൻ ഭംഗിയുള്ള പെമ്പിള്ളേർ ഇവിടെ അടിച്ചു നടിച്ച് കുളിച്ച് വിളക്ക് വെക്കാൻ പാടില്ല. കുറെ നാടുകൾ ചുറ്റും നിൽക്കുക ക്യാമറയായിട്ട്. വേണ്ട വേണ്ട വേണ്ട, നിന്റെ ഒളി ക്യാമറ ഞാൻ കണ്ട്. ആ ദൈവമേ, പൂച്ച! അയ്യോ, നിങ്ങൾക്കറിയാമോ, ഈ ഏഷ്യൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും പ്രത്യേകതയുള്ള വീടാ ഞങ്ങളുടെ. മിക്കവാറും PSC പരീക്ഷയ്ക്ക് വരെ ഇത് പഠിക്കാൻ വരും. കാരണം എന്നാ, ഒരു ഒറ്റ എലിയില്ലാത്ത വീടുണ്ടെങ്കിൽ ഈ വീട് മാത്രമേ ഉള്ളൂ. എങ്ങനെ എലി ഉണ്ടാവും? വല്ല തിന്നാൻ വേണ്ടേ? എലി വന്നിട്ട് ഞങ്ങളെ തെറിയും പറഞ്ഞേച്ച് പോവും. അറിയാമോ, എനിക്കൊരു മോനുണ്ട്. 10 മാസം ചുമന്ന് ഞാൻ പെറ്റ എൻ്റെ മോൻ 5 ദിവസം പണിക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാശ് കൊണ്ട് പിന്നെ 1 മാസത്തേക്ക് ചുമ്മാ തിന്നും കുടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടപ്പ്. എന്തെല്ലാം കഷ്ടപ്പെട്ടാന്നറിയാമോ ഞാനിവിടെ വളർത്തിയത്. നിങ്ങൾ ഈ കാണുന്ന മാതിരിയൊന്നും അല്ല ഈ വീട്. പണ്ടിരുന്നത് വെച്ചിട്ട് ഭയങ്കര സാമ്പത്തിക ഭദ്രതയായിട്ട് ജീവിച്ച ആൾക്കാരാണ് ഞങ്ങള്. നിങ്ങൾക്കറിയാമോ, ആദ്യമൊക്കെ ഇവിടെ പാത്രം കഴുകിക്കൊണ്ടിരുന്നത് വിമ്മിട്ട് അതെനിക്ക് ഭയങ്കര വിമ്മിഷ്ടായിരുന്നേ. ഇപ്പൊ കത്തിച്ച കരി ചാരം, ഈ ചാരം കൊണ്ടാണ് ഞാനിവിടെ പാത്രം തേക്കുന്നത്. ഈ ചാരവും കരി ഉണ്ടാവണം എങ്ങനെയാണെന്ന് അറിയാമോ? അടുപ്പില് ഈ കാർബൺ ഡൈ ഓക്സൈഡ് കത്തി അതിന്റെ സംയുക്തങ്ങളിൽ എന്നൊക്കെ പറയണം. മീറ്റർ തെറ്റി ഇന്ന് ഇവിടെ കിടന്ന് എന്റെ ദൈവമേ, ഇതൊക്കെ ഈ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോഴാണ് എനിക്ക് ഇതൊക്കെ പറഞ്ഞാല് എന്റെ മോൻ ആരോഗ്യത്തിന്റെ കാര്യത്തില് ഭയങ്കര ശ്രദ്ധ. എന്നാ വ്യായാമം നോക്കിയേ. വ്യായാമം ചെയ്തല്ല, പിന്നെ ഈ പേസ്റ്റ് ഇച്ചിരി പേസ്റ്റ് കിട്ടുമെന്ന്. എടാ, പേസ്റ്റ് ഞെക്കുമ്പോ വന്നെങ്കിൽ പണിയെടുത്തുണ്ടാക്കി അതിനകത്ത് പേസ്റ്റ് മേടിച്ചു കൊണ്ടുവന്നിടണം. കഷ്ടാന്ന് ആലോചിച്ചല്ലേ. ഇവിടെ രാവിലെ എന്നാ കഴിക്കാൻ? പുട്ട്. പഴമുണ്ടോ? ആ, പഴത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ, നമ്മുടെ ആ പറമ്പിന്റെ വടക്കേ മൂലക്കെ ഒരു പാളയം കൂടെ വാഴ കൊലച്ച് പഴുത്ത് നിപ്പുണ്ട്. മുമ്പ് ആ വാക്കാത്തിരുത്തുണ്ട് പോയി വെട്ടിയേച്ചു. അത് നമ്മുടെ പറമ്പിൽ എവിടെയാ വാഴ? വാഴ എങ്ങനെ ഉണ്ടാവും? എടാ, തിന്നച്ച് വെറുതെ നടക്കരുത്, വല്ലതും വച്ചുണ്ടാക്കണം, എന്നാലും അതിനകത്ത് വാഴ ഉണ്ടാവുള്ളൂ. നൊമ്പരം സീരിയല് റീടെലികാസ്റ്റ് ആണോ? ദൈവമേ, അയ്യോ! കണ്ടോ, ഇത്രയും നേരം ഈ മനോഹരമായ സൗണ്ട് ഇവിടെ ഉണ്ടായിരുന്നു. നമ്മൾ കേൾക്കാത്ത എന്നാന്നറിയാം, ഈ തള്ളയുടെ അലപ്പ് കാരണം ഇവന് സൂര്യൻ ഉദിക്കുമ്പോ ഇവർ എണീറ്റ് വരും. ഇങ്ങനെ കലപില എന്ന് പറയാൻ വേണ്ടി നാട്ടുകാരിത് കേൾക്കണം. കഴിഞ്ഞ ദിവസം നിലാവിന് ഇച്ചിരി വെട്ടം കൂടിപ്പോയി. ഇവര് പാതിരാത്രി മുറ്റത്തിറങ്ങിയിട്ട് ചന്ദ്രനെ തന്തയ്ക്ക് വിളിക്കുക, ബ്രൈറ്റ്നസ് കുറയ്ക്കണ പട്ടി, ഞങ്ങൾക്ക് ഇവിടെ മാന്യം മര്യാദയ്ക്കും ജീവിക്കണ്ടേന്ന്. അത്രയ്ക്കും തള്ളയവര്. ഞങ്ങളുടെ വീടിന്റെ 6 കിലോമീറ്റർ ചുറ്റളവ് വേറെ വീടില്ല. കാര്യം എന്നാ, ഇവരുടെ ഒച്ച അലപ്പം കാര്യം അവർ വിറ്റിട്ട് പോയി. അമ്മാതിരി ഒച്ചയായി ഇവര്. സൂര്യൻ ഉദിക്കുമ്പോഴേ മുമ്പേ ഇവരെണീക്കും, അലപ്പ് തുടങ്ങും. കഷ്ടപ്പെട്ട ഇവിടെ ബാക്കിയുള്ളവൻ ജീവിക്കണത്. ഞാൻ എന്നെ പൊട്ടിയ നോക്കി, കറണ്ട് ഇല്ലാത്ത വീട്ടിലെ സീരിയല് കാണാൻ. അത് ഞാനേ നിങ്ങളോട് ചോദിക്കണം എന്ന് ഓർത്താ. കറണ്ട് ഇല്ലാത്തതിന്റെ കാര്യം എന്നാ? എടാ, കറണ്ട് കാശ് അടിച്ചില്ലെങ്കിൽ KCB-ക്കാർ വന്ന് പൂസൂരി കൊണ്ടുപോകും. അല്ലേ, കറണ്ട് കാശടക്കാനുള്ള പൈസ ഞാൻ നിങ്ങളെ തന്നതാണല്ലോ. അതെ. അതെന്തേത്? എന്റെ പൊന്നിടക്കാ, ഒന്നും പറയണം. അങ്ങനെ പറയാതിരുന്നിട്ട് കാര്യമില്ല. കാശ് എവിടെയെന്ന് പറ. അതല്ലെന്ന്, ഞാൻ ഇന്നലെ കറണ്ട് കാശ് എടുക്കാനായിട്ട് കാശായിട്ട് ടൗണിൽ പോയതാ. അപ്പൊ നമ്മുടെ മിനിമോക്കടെ സുനിക്കുട്ടന്റെ അത്രയുള്ള ഒരു കൊച്ചു പയ്യൻ എന്റെ അടുത്ത് വന്നേച്ചു പറയാ, അമ്മൂമ്മേ ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് 4 ദിവസമായിരുന്നു. എന്റെ ചങ്ക് പൊളിഞ്ഞു പോയിട്ട് അങ്ങോട്ട് ചേച്ചേ. നേരെ അപ്പുറത്തെ മത്തായി മാപ്പിളയുടെ കടയിലേക്ക് കയറ്റിയിട്ട് 4 പൊറോട്ടയും ഒരു ബീഫ് ഫ്രൈ മേടിച്ചു. അവന്റെ വിശപ്പ് മാറിയോ? ഞാൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ വിശപ്പ് എങ്ങനെ മാറാനാ? അവനെന്നെ മേടിച്ചു കൊടുത്തേ? അവനൊരു പാലും വെള്ളം മേടിച്ചു കൊടുത്തിട്ടുണ്ട്. പാലും വെള്ളം? അവനല്ലേ പൊറോട്ട മേടിച്ചു കൊടുക്കേണ്ടത്? എടാ, 4 ദിവസമായിട്ട് ഭക്ഷണം കഴിക്കാണ്ട് കാലി വയറായിട്ട് നടക്കണ കൊച്ച. അതിന്റെ വയറ്റിലേക്ക് ഈ കട്ടി ആഹാരം ചെന്ന് കഴിഞ്ഞാലേ ദഹനക്കേടുണ്ടാവും. ഞാൻ തന്നെ അതിനെ കൊണ്ടു നടക്കണം. സത്യം പറഞ്ഞ മത്തായി മാപ്പിളയുടെ കടയിൽ കയറി മൂക്ക മുട്ട തിന്ന് കണ്ടന്റിന് ഒരു ബലം കിട്ടാൻ വേണ്ടി ഒരു പയ്യനെ പിടിച്ചിട്ട് അല്ലാതെ ഇതാരെ ഈ ഗ്രൂമിങ്ങിന് പഠിപ്പിക്കാത്ത കരച്ചിൽ കരയാൻ പറഞ്ഞു. പറഞ്ഞതാ കയ്യടെ കയ്യിൽ തൊളാൻ പറഞ്ഞു. എനിക്കറിയാം, എനിക്കൊരു ജോലിയും കൂലി ഇല്ലാത്തോണ്ടല്ലേ ഇവരെ എന്റെ പുറത്തേക്ക് കയറുന്നത്. നിങ്ങൾക്ക് ജോലി ഇല്ലാത്തതിന്റെ കാര്യം എന്നാ നിങ്ങൾ നാട്ടുകാർ കേൾക്കണം. ഇവര് അങ്കണവാടിയിൽ ആയിട്ട് ഇവർക്ക് ജോലി ഉണ്ടായിരുന്നു. എന്റെ ജീവചേട്ടാ, ഇവർ അങ്കണവാടി ചെന്ന് കഴിഞ്ഞ് അതിന്റെ പേര് മാറ്റി അംഗത്തിന് വാടിയെന്ന. അവിടെ വരുന്ന കൊച്ചു പിള്ളേരുടെ തള്ളന്മാരായിട്ട് എന്നും തെറിവിളിയും പോക്കപ്പണ വഴക്കും പിള്ളേരായിട്ട് കല്ലുകളിയോ? അല്ല, എനിക്ക് നിങ്ങളോടൊരു കാര്യം ചോദിക്കാണ്ട്. നിങ്ങൾ ഇന്നലെ പൂരത്തിന് വിട്ടപ്പോഴാ വന്നേ? ഞാൻ ഒരു 5:30, 6:45, 7 മണിയായി. അതിന് നിങ്ങളാണോ അമ്പലം അടച്ചത്? അതല്ലെന്നേ,
എടാ ഞാൻ എന്റെ വെളുത്ത സെറ്റ് സാരി എടുത്ത ആനയുടെ ചോട്ടിക്കിടെ പൂരം കണ്ടുകൊണ്ട് നടക്കാം. എന്നിട്ടോ അതിന്റെ ഇടയ്ക്ക് ആ മേളിൽ കയറിയിരുന്നവൻ എന്നെ എടുത്തുകൊണ്ട് മുകളിൽ പോയിട്ട് എന്റെ ഈ തലമുടിയുടെ ഇങ്ങനെ ഇട്ട് രണ്ടാട്ട് പെഞ്ചാമരാന്നും പറഞ്ഞു. ആ, പിന്നെ ഞാൻ കുറെ കറിയിട്ട് തല കറി കഴിഞ്ഞിട്ട് ഇവരോട് എന്തേലും കാര്യം പറഞ്ഞു ഇതുപോലത്തെ കള്ളക്കഥ പറയും. ഈ ഒരു ഒറ്റ കാര്യം കൊണ്ടാണ് ഞാൻ വിദേശത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കുന്നത്. കണ്ടോ 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 നാവാടണുണ്ടോ നാവാടണുണ്ടോ എന്റെ കെട്ടിയാൻ ജീവിച്ചിരിപ്പുണ്ടാർത്തിക്ക് എനിക്കിത് കേക്കട്ടി വല്ലാതെ. നിങ്ങളുടെ കെട്ടിയോ മരിച്ചു പോയിട്ടൊന്നും ഇല്ലല്ലോ. നിങ്ങൾ കാരണല്ലേ പുള്ളി ഇപ്പൊ സബ് ജയിലിൽ കിടക്കണത്. അതാ അയാളുടെ കയ്യിലിരിപ്പ് കാരണം. കയ്യിലിരിപ്പ് നിങ്ങളുടെ നാക്കിന്റെ ഗുണം. എന്നെ കുഴപ്പം. എന്റെ അച്ഛനൊരു ഒന്നാം തരം നാദസ്വര വിദ്വാനാ. ആ പുള്ളി പരിപാടിക്ക് പോവും, ഇവര് കാശ് കെട്ടെടുക്കും, അയൽക്കൂട്ടത്തിൽ കൊണ്ടു കൊടുക്കും. പരിപാടിക്ക് പോവും, കാശ് കെട്ടെടുക്കും, അയൽക്കൂട്ടത്തിൽ കൊണ്ടു കൊടുക്കും. ഈ പുള്ളി ഗതി കെട്ടി കാശ് മൊട്ടം നാദസ്വരത്തിന്റെ കുഴൽ ഇങ്ങനെ ഒളിപ്പിച്ചു വെച്ചു. ഇവര് അയൽക്കൂട്ടത്തിൽ ചെന്ന് പറഞ്ഞു എന്റെ ഭർത്താവിന് കുഴൽപ്പണത്തിന്റെ ഇടപാടാണെന്ന്. സത്യം പറയാലോ, 24 പോയി പറയുവാണെങ്കിൽ 10 പേര് സബ് ജയിലിൽ കിടക്കുക. ഇവരൊറ്റ എന്നിട്ട് അവരിവിടെ ഇരുന്ന് കഥ മൊത്തം പറഞ്ഞു. സത്യം പറഞ്ഞോണ്ടല്ലോ, രാത്രി കിടന്ന് എനിക്ക് ഈ വീടിന്റെ മേളിട്ട് നോക്കുമ്പോ അതിലൂടെ പാറ്റ പോവും. എനിക്ക് പേടിയാ. അതിന്റെ വെയിറ്റ് കാരണം ഈ സാമാനിടിങ്ങി തലേ വീണാലോ. അത്ര കഷ്ടപ്പെട്ട വാക്കുള്ളവരോട് ജീവിക്കണത്. നിന്നെയൊക്കെ തല പെറ്റിട്ട് കഴിഞ്ഞപ്പോഴല്ലോ നിന്റെ തലവെട്ടം കണ്ടു കഴിഞ്ഞപ്പോ കെട്ടി തൂങ്ങി ചാവാൻ നോക്കിയതോ ഞാൻ. എന്തിയതല്ലേ നിങ്ങൾ കെട്ടിത്തൂങ്ങി ചാവാത്ത? അന്തരീക്ഷത്തിൽ കയറി കിട്ടിക്കഴിഞ്ഞാൽ ചാവാൻ പറ്റൂലേ? ഈ പുല്ല് പൊക്കത്തിക്കാണ് പട്ടി. കാര്യം എന്നൊക്കെ പറഞ്ഞാലും തങ്കപ്പെട്ടൊരു മനസ്സാ. നാട്ടുകാരെ തുണി പൊക്കി കാണിക്കും തെറിവ് അറിയുമെന്നൊക്കെ ഉള്ളു. എനിക്കിവര് വലിയ കാര്യ. പെൻഷൻ കണ്ടാടണ്ട കണ്ണഞ്ചേമ്പേ. നിനക്കറിയാവോ ഓണവും വിഷുമന്നമാരെ ഇവന് തള്ളയുടെ സ്നേഹം തന്നെ. ഒന്ന് പഞ്ചായത്തിൽ നിന്ന് പെൻഷൻ വരുമ്പോ, പിന്നെ കുടുംബശ്രീയിലെ ലോൺ പാസ്സാവുമ്പോ. ഇവരെ സ്നേഹിക്കാനും കൊള്ളത്തില്ല. ഇതാണ് ഇവരുടെ കയ്യിൽ. ഞാൻ പറയാനുണ്ട് തന്നെ കട്ടപ്പനേന്ന് മാമൻ വിളിക്കണം. എന്നാടാ നോക്കിയടാ. ഹലോ എടാ ഗോങ്കാവ്, എടാ ഗോങ്കാവ്. റേഞ്ചില്ലേ? റേഞ്ച് ഇല്ലാത്തല്ല, നിന്റെ പേര് പറയാൻ എനിക്ക് കിട്ടണില്ല. ഗ്ലാഡ്വിൻ ആന്റണി. എടാ ഗ്ലാഡ്വിൻ ആന്റണി, നമ്മുടെ കുട്ടിച്ചായ മരിച്ചു പോയടാ. ഞാൻ അമ്മയുടെ കയ്യിൽ കൊടുക്കാം. എന്നാ മോനെ എന്നാ? ഹലോ ചേച്ചിയെ, നമ്മുടെ കുട്ടിച്ചായ മരിച്ചുപോയി. അയ്യോ ദൈവമേ, ഇത് ഞാനങ്ങനെ സഹിക്കുവേ. അയ്യോ 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 അയ്യോ, ഇതൊന്ന് പിടിച്ചടാ. ഹലോ മാമ. അമ്മ ബോധം കെട്ടി വീണ്. അയ്യോ, ബോധം കെട്ടി വീണെങ്കിൽ നിങ്ങൾ വരണ്ട മക്കളെ. അല്ല, മരണം കാണാണ്ടിരുന്ന എങ്ങനെയാ? അതിപ്പോ അമ്മനെ വന്ന് കുട്ടിച്ചായന്റെ കടപ്പ് വേണ്ട നീയും ചേച്ചിയും സഹിക്കുകയല്ല. അപ്പൊ വരണ്ടേ? വരണ്ട. സുരേഷിന്റെ വെള്ളിമൂങ്ങ ഒന്ന് വിളിക്കാലോ. നീ പോയിട്ട് 100 കിളിമീൻ മേടിച്ചോണ്ടേ. കുട്ടിച്ചായ മരിച്ചതോ? അതിന് 90-98 വയസ്സുള്ള അതിനെ എപ്പോ വേണേലും മരിക്കാം. കിളിമീൻ സീസണിൽ മാത്രമേ കിട്ടുള്ളൂ. പിന്നെ നിങ്ങൾ ഇവിടെ കിടന്ന് പോക്കെ പോണ അഭിനയം കഴിച്ചെന്തിനാ? അല്ലെങ്കിൽ പിന്നെ കെട്ടും കട എടുത്തുകൊണ്ട് ആ മല കയറേണ്ടി വരുന്നത്. എനിക്ക് നേരമില്ല അതിന്. മീൻ മേടിക്കുമ്പോ ഒരു കാര്യം നോക്കണം, നല്ല കണ്ണുള്ളത് നോക്കി മേടിക്കണം. ഞാൻ ഇവിടെ വല്ല നേത്ര ചികിത്സിക്കാമുണ്ടോ? നേത്ര ചികിത്സ നീ അമ്മേനെ കളിയാക്കാണ്ട് നീ കാര്യം ഞാൻ മറ്റേ വിദേശത്തേക്ക് പോണ എന്റെ ആൾക്കാർ വരുക. നീ വിദേശത്ത് എവിടെയാ പോവാൻ പോണേ? മാൾട്ട. എന്ത് കാര്യത്തിലാടാ മാട്ടയ്ക്ക് പോണേ? പ്രൊഫഷണൽ ആയിട്ട് പോന്നേ. ഞാൻ പുറങ്കാലിൽ ഞാൻ കളയും. ആരോട് പറയാൻ വേണ്ടിട്ട് ഇതൊക്കെ ആര് 10 വയസ്സില്ല നഹിച്ച വീട്ടിലാണ്. ഹലോ ഹലോ. ആ സാർ പറഞ്ഞോ. ഹലോ, ബെനീറ്റി അല്ലേ? സാറേ പറഞ്ഞോ സാറേ, ഞാനിവിടെ എത്തി, ലൊക്കേഷനിലെത്തി സാറേ. ആ ചെറുക്കൻ ഏതോ ഉള്ള വീട്ടിലെ ചെറുക്കനാണെന്ന് എനിക്ക് തോന്നുന്നത്. അവനെ എങ്ങനെയും പറഞ്ഞ് വളച്ച് കുപ്പി കയറ്റി വിദേശത്തേക്ക് കൊണ്ടുവന്ന നിന്റെ ചുമതലയാ. ഓക്കെ സാറേ, ഞാൻ അത് ചെയ്തിരിക്കും. ഓക്കെ, ഐ സ്റ്റിൽ ബിലീവ് യു. ഓക്കെ സാറേ. ഇവിടെ ആരുമില്ലേ? ഇവിടെ ആരുമില്ലേ? കാണാൻ പാടില്ല. നീ പത്രാസുകാരി. അയ്യോ, അമ്മച്ചിയായിരുന്നോ? ഞാൻ കണ്ടില്ലായിരുന്നു. ഇവനെ വിചാരിച്ച പൂടപ്പട്ടിയാന്നോ? ആരാ മനസ്സിലായില്ല. അമ്മച്ചി, ഞാനേ ഉയരങ്ങളിൽ നിന്ന് വരുവാ. വിമാനാണോ? അയ്യോ അല്ല, ഉയരങ്ങൾ എന്ന് പറഞ്ഞാലേ ഞങ്ങളുടെ ട്രാവൽ ഏജൻസിയുടെ പേരാ. അമ്മച്ചി, ഇവിടെ ആരാ മാൾട്ടേക്ക് പോകുന്നേ? ഇവിടുത്തെ ആ ചെറുക്കനെ കണ്ട് മാട്ടയ്ക്കൊക്കെ പോണ കാര്യം പറയുന്നത് കേട്ടു. പക്ഷെ ഞാൻ വിടൂല്ല, മാട്ടയ്ക്ക് പ്രൊഫഷണലായിട്ട് പോയാ മതി. ഞാൻ പിച്ചുമ്പയും വിളിച്ചു പറയും. അത് മാൾട്ടേക്ക് പോകും. സാറേ, സാറിന്റെ പേരെന്തായിരുന്നു? ഗ്ലാഡ്വിൻ ആന്റണി. എന്തായിരുന്നു സാറേ? ഗ്ലാഡ്വിൻ ആന്റണി. അപ്പൊ പേര് മാത്രം പച്ച പിടിച്ചിട്ടുള്ളല്ലേ? വീട്ടിൽ കയറി വന്നിട്ട് അല്ല, പിന്നെ ഈ മാൾട്ടേക്ക് പോവാൻ അത്ര വലിയ താല്പര്യമാണോ? ചെറുപ്പം മുതലേ മാൾട്ട എന്ന് പറഞ്ഞ എന്റെ വലിയൊരു ആഗ്രഹം. ആണല്ലേ? അങ്ങനെ എനിക്ക് സാറേ ഈ ഒരു 20 ലക്ഷം രൂപയെങ്കിലും നമ്മുടെ അക്കൗണ്ടിൽ വേണം. മാൾട്ടയ്ക്ക് വേണ്ടില്ല പൊക്കോ. എന്താ സാറേ? 20 ലക്ഷം ഇല്ല.
അല്ല അത് കുഴപ്പമില്ല, നമുക്ക് വീടിന്റെ ആധാരം വെച്ചിട്ട് ലോൺ എടുക്കാം. ആണോ? അതെന്താ അമ്മച്ചി ഒരു ചിരി? പുറമ്പോക്ക് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ സർക്കാർ കേസെടുക്കും. അത് കുഴപ്പമില്ല, നിങ്ങളുടെ റിലേറ്റീവ്സിന്റെ ആരുടെങ്കിലും ആധാരം ആണെങ്കിലും നമുക്ക് മതി, നമ്മൾ റെഡിയാക്കി തരാം. റിലേറ്റീവ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ശങ്കരൻ ചേട്ടനൊക്കെ റെയിൽവേ സ്റ്റേഷന്റെ താഴെയല്ലേ? റെയിൽവേ സ്റ്റേഷന്റെ എവിടെയാ? പിന്നെ നമ്മുടെ ഉഷ ചേച്ചിയൊക്കെ ബസ് സ്റ്റാൻഡിന് അവിടെ കൂട് കൂട്ടി താമസിക്കുക. പടുത വലിച്ചേറ്റി. അതാ അപ്പൊ അവർ നടക്കുന്നത്. പിന്നെ നമ്മുടെ കൂട്ടത്തിൽ പിന്നെണ്ടാ ബാബുമാരുണ്ട്, അവർക്ക് വീടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അത് അങ്ങോട്ട് ശരിയാക്കാം. അത് വിൽക്കാൻ പറ്റൂല, ഓൾറെഡി വാടകയ്ക്ക് അവര് കൊല്ലും. മിസ്റ്റർ ഗ്ലാഡ്വിൻ ആന്റണി, ഇങ്ങോട്ട് വന്നേ. കുറച്ച് നേരത്തേക്ക് ഈ അമ്മച്ചിനെ ഈ ഭാഗത്തു നിന്നൊന്ന് മാറ്റാൻ പറ്റുമോ? കിളിക്കൂട് സീരിയല് റീടെലികാസ്റ്റ്. കറണ്ട് ഇല്ല, ഒരു 2 മിനിറ്റത്തേക്ക് സമാധാനം കിട്ടും. അമ്മച്ചി തണുത്ത എന്തെങ്കിലും എടുത്തോ കേട്ടോ. അപ്പുറത്തെ വീട്ടിൽ പോയി 2 ഐസും കട്ട മേടിക്കട്ടാ. ഫോണിനിറങ്ങി ഞാൻ താഴെ വീഴ്ത്തു. കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരാനാ പറഞ്ഞത്. അല്ല പേരെന്താ പറഞ്ഞേ? ബെനീറ്റ. ഇതിപ്പോ നമുക്കിപ്പോ എങ്ങനെ ഇത് പോവാൻ പറ്റും? അതിന്റെ കുറച്ച് പ്രൊസീജിയേഴ്സ് എന്താന്നൊക്കെ ചോദിച്ചാലേ അമ്മച്ചി. മോളെ വാ, ടാങ്ക് കലക്കിയത് കുടിക്കല്ലോ അല്ലേ? അയ്യോ താങ്ക് യു അമ്മച്ചി. ഇവിടെ എവിടെ ഇരിക്കുന്ന ടാങ്ക് കലക്കാൻ വേണ്ടിട്ട്? വാട്ടർ ടാങ്ക് കലക്കി വച്ചാടുന്നവർക്ക് വേണമെങ്കിൽ കുടിച്ചാ മതി. നീ എന്ത് മനുഷ്യനാടാ? ഈ കൊച്ചുകൂടെ കേറി വന്നിട്ട് ഒന്ന് ഇരിക്കാൻ കൊടുക്കാൻ എന്തെങ്കിലും നിനക്ക് തോന്നിയോ? മനസ്സാക്ഷി എന്റെ ദൈവം, അതിന് തന്നെ വേണം. ചില കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അവര് ഞാൻ ഇതല്ല അടിവള ഇരിക്കേ. മിസ്റ്റർ ഗ്ലാഡ്വിൻ ആന്റണി ഒന്നും കൂടി വന്നേ. നിങ്ങളുടെ അമ്മച്ചിക്ക് ചെറിയൊരു പ്രാന്ത് ഉണ്ടോന്ന് എനിക്കൊരു സംശയമുണ്ട്. സംശയം വേണ്ട, മതിയായ പ്രാന്ത. ഞാൻ ഇങ്ങനെ നിന്ന് സഹിച്ചോണ്ടിരിക്കുക. ആണോ? ഞാനൊരു കാര്യം പറയട്ടെ. അതെ, നിങ്ങൾക്ക് ഇപ്പൊ പോവാൻ പറ്റാത്തതിന്റെ കാര്യം എന്താണെന്നറിയോ? നിങ്ങൾക്ക് സിബിൽ സ്കോർ ഇല്ലാത്തോണ്ടാ. എന്താടാ ഇത് അമ്മച്ചി എടുത്ത് പറയാ? മോനിതില്ലാതെ എന്ത് പറയാ? ഞാൻ പണ്ട് നിന്നെ കുളിപ്പിച്ചോണ്ടിരിക്കുമ്പോ ഒക്കെ കാണാറുള്ള സിബിൽ സ്കോർ എന്ന് പറഞ്ഞ എന്നാണോ നിങ്ങളുടെ വിചാരം? ബാങ്കിൽ നിന്ന് ലോൺ കിട്ടാനുള്ള അനുമതി അതൊരു സാധനം അതില്ലെന്ന്. അതാണ് ഞാൻ വിചാരിച്ചു ഇതേപോലത്തെ ഒരു മറുക അത് നിന്റെ പുറത്തുണ്ടായിരുന്നു, ഞാൻ കണ്ടതാ. സിബിൽ സ്കോർ ഇല്ല, ILTC പാസ്സായിട്ടില്ല, 20 ലക്ഷം രൂപ ബാങ്കിലും ഇല്ല അല്ലേ? അപ്പൊ പിന്നെ ഒരു സ്പോൺസർ എങ്കിലും ഇല്ലാതെ അങ്ങനെ പോവാൻ പറ്റില്ലാന്നേ. അല്ലേലും അങ്ങനെയല്ലേ നടക്കുന്നു. അറിയാമോ ഞാനിവിടെ പറഞ്ഞത്? അറിയാമോ ചെറുപ്പം മുതൽ ഞാൻ എന്തൊക്കെ പണി ചെയ്തിട്ടുണ്ടെന്ന് അറിയാമോ? അല്ല ഞാൻ ഇപ്പോഴാണല്ലോ സാറിനെ കാണുന്നത്, ഞാൻ അതൊക്കെ എങ്ങനെ അറിയാനാ? ദൈവം, ഇത് എന്തിനാന്ന് ഇങ്ങനെ പറയണേ? ഞാൻ അതാണോ പറഞ്ഞേ? ആ താളത്തിൽ സങ്കടപ്പെട്ട് വരുമല്ലേ? ഈ വീട്ടില് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഞാനാ മേടിക്കണത്. എനിക്കിനി അത് പറ്റത്തില്ല. ഒരു കാര്യം ചെയ്യേ, ഇന്ന് മുതൽ ഉപ്പും കർപ്പൂരം മാത്രം ഞാൻ മേടിക്കാം, ബാക്കി മോൻ മേടിക്കടാ. എങ്ങനെയാന്ന് പറ, എങ്ങനെ രക്ഷപ്പെടുമെന്ന് പറ. ഇതല്ലേ ഇവിടുത്തെ അവസ്ഥ. മിസ്റ്റർ ഗ്ലാഡ്വിൻ ആന്റണി, നിങ്ങൾ ഇങ്ങനെ കിടന്ന് ഇമോഷണൽ ആയിട്ട് കാര്യമില്ല. ഇപ്പൊ എന്താ സംഭവം എന്നറിയോ? നിങ്ങൾ ഒരു പുരുഷനായതുകൊണ്ടാ ഈ പ്രശ്നം. ഇപ്പൊ ഒരു സ്ത്രീ ആയിരുന്നുവെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ കയറി പോവാനും നല്ല നല്ല ജോലി കിട്ടാനും ചാൻസ് ഉണ്ടായിരുന്നു. അതായത് പിള്ളേരെ നോക്കാനും അവിടെ വീട്ടു ജോലി ചെയ്യാനൊക്കെ കുറെ ജോലി ഉണ്ടല്ലോ. ഈ സർട്ടിഫിക്കറ്റ് ഓക്കെ ആണോ നോക്കി? ആധാർ, പാൻ കാർഡ്, പിന്നെ ഇത്രയും സാധനങ്ങൾ ഉണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് ഞാൻ കയറ്റി വിടാം. നമുക്കല്ല, നീ ഇവിടെ കിടന്ന് നരയിക്കും, ഞാൻ പോയി രക്ഷപ്പെടും. ഓടാ കാല വാടി വന്നേ. അയ്യോ, നല്ല സ്കിറ്റായിരുന്നു അല്ലേ? നല്ലൊരു ഗൈഡ് തരട്ടെ. ഗംഭീര സ്കിറ്റായിരുന്നു കേട്ടോ. മാലപ്പടക്കം പൊട്ടുന്ന പോലെയായിരുന്നു കൗണ്ടറുകൾ. 1 by 1 ആയിട്ട് ഇങ്ങനെ അടുക്കി കൗണ്ടറുകളായിരുന്നു. നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടപ്പോൾ ആ ക്ലൈമാക്സിന് വേണ്ടി ഒരു ശകലം കൂടെ ഒന്ന് കഷ്ടപ്പെടാമായിരുന്നു. സംഭവം വേറെ ലെവലിൽ ചെന്ന് നിന്നേനെ. പക്ഷെ മോശമാണെന്നല്ല പറഞ്ഞത്, പക്ഷെ അത് എന്തൊരു വിലക്കുറവ് പോലെ ഫീൽ ചെയ്തു. അവിടം വരെയും നിർത്താതെ ചിരിക്കാനുള്ള സംഭവങ്ങളായിരുന്നു. 3 പേരും മനോഹരമായിട്ട് തന്നെ ചെയ്തു. അമലൊരു രക്ഷയില്ലായിരുന്നു കേട്ടോ. പ്രദീപ് ആദ്യമായിട്ടാണ് ഇത്രയും പ്രായമുള്ള ഒരു അമ്മച്ചി ആയിട്ട് അഭിനയിക്കുന്നത്. ആ വെഞ്ചാമരം നല്ല ആനയുടെ പുറത്തിരുന്നുള്ള അത് നമ്മൾ അന്നേരം വിഷ്വലായി. ഗംഭീരമായിരുന്നു, ഒന്നും പറയാനില്ല, അടിപൊളി. ഓക്കെ, പറഞ്ഞല്ലോ, ഗംഭീരമായിരുന്നു, തകർപ്പനായിരുന്നു, ചിരി മാലപ്പടക്കം പോലെ ഉണ്ടായിരുന്നു, എല്ലാം ഭംഗിയായിരുന്നു. ദാരിദ്ര്യത്തെ ഇത്രയും ഹ്യൂമറസ് ആയിട്ട് അവതരിപ്പിച്ചു എന്നുള്ളതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. അതിനേക്കാളൊക്കെ മുകളിലോട്ട് ഹൈലൈറ്റ് ആയിട്ട് കയറിയത് ആ പേസ്റ്റ് ഞെക്കുന്ന എക്സസൈസ് അതിലും കൊടുങ്ക് ദാരിദ്ര്യമാണ്. ആ ദാരിദ്ര്യത്തെയും കൊടുത്ത് നന്നായിട്ട് എന്താണ് ഹാസ്യവൽക്കരിച്ചു എന്നുള്ളതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. ഓക്കെ, ഗംഭീരമായിട്ടുണ്ട്. താങ്ക് യു ചേട്ടാ. മണിക്കൂട്ടാ
എന്തായിരുന്നു പെർഫോമൻസ്? ഞാൻ വിചാരിച്ചു വാച്ച് അടിച്ചു കൊടുക്കാം. അയ്യോ സ്നേഹത്തോടുകൂടി വാച്ച് അഴിച്ച് ഇനി കൊടുക്കാനായിരിക്കും. അത് ഞാൻ തന്നേനെ, പതുക്കെ പോകുമ്പോ ഞാൻ തരും. പണ്ടുള്ള ആൾക്കാർ പറയും സന്ധ്യക്ക് വീട്ടിൽ വിളക്ക് കത്തിച്ച ഐശ്വര്യം വന്ന് കയറും എന്നുള്ളത്. ആ പറഞ്ഞത് സത്യം തന്നെയാണ്. നിങ്ങൾ സന്ധ്യക്ക് വിളക്ക് കത്തിച്ച് ഈ സ്കിറ്റ് തുടങ്ങി, തീർച്ചയായിട്ടും ഐശ്വര്യം വന്ന് കയറിയിരിക്കും ഈ വീട്ടിൽ. ഗംഭീരമായിരുന്നു കേട്ടോ. ഒരുപാട് മുഹൂർത്തങ്ങൾ ഉണ്ടായിരുന്നു. നേരത്തെ ഇക്ക പറഞ്ഞതുപോലെ ആ വെഞ്ചാമര ആട്ടുന്നത്, അതുപോലെ തന്നെ ദാരിദ്ര്യത്തിന്റെ എക്സ്ട്രീം കാണിക്കുന്നത്, കുഴൽപ്പണം എന്ന് പറഞ്ഞ സംഭവം, പിന്നെ വീട്ടിൽ കറണ്ടില്ല എന്നാലും സീരിയലിന്റെ കാര്യം വരുമ്പോൾ അമ്മ ഓടിപ്പോകുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഇതെന്താ നിനക്ക് പോമറേനിയൻ പട്ടിയെ പോലെ തോന്നി, അങ്ങനെ ഒരുപാട് മുഹൂർത്തങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു. താങ്ക് യു, ലവ് യു. താങ്ക് യു. ഐശ്വര്യായിട്ട് മാർക്ക് ആരാണ് ആദ്യം കൊടുക്കുന്നത്? മാർക്ക് നസീർക്ക. ഞാനൊരു 18,000 രൂപ. മണിക്കിട്ടാ. ഞാൻ ഒട്ടും കുറയ്ക്കുന്നില്ല, ഞാനൊരു 20 രൂപ. 38,000 രൂപ ആയിട്ടുണ്ട്. പ്രസാദേട്ടാ അയക്ക്. അപ്പൊ ഞാൻ എറിഞ്ഞോ. ടോട്ടൽ എമൗണ്ട് 45,000 രൂപ. സിൽവർ പഞ്ച്. അടിപൊളി. അല്ലേ ഒരു നടനായി മാറി എന്നൊക്കെ നമ്മൾ അറിഞ്ഞു. അതെ, അതിന്റെ വിശേഷങ്ങൾ പറ. 85,000 വിശേഷങ്ങൾ പറ. കുറെ ഉണ്ട് പറയാൻ. അതെ, കുറെ ഉണ്ട്. സത്യം പറഞ്ഞാൽ ഇവിടെ വന്നിട്ടാണ് ഐറ്റം വരെ വന്നിട്ട് ജീവിതം ഒരുപാട് മാറി. ഇതിനു മുമ്പ് നമ്മൾ ഡിഗ്രി ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും ഈ ജോലിയൊന്നും ഇല്ലാണ്ട് അങ്ങനെയൊക്കെ ഇരിക്കുമായിരുന്നു. അപ്പോൾ തട്ടിമുട്ടി ഓരോ പരിപാടിയൊക്കെ ചെയ്തു. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് കാര്യങ്ങളൊക്കെ നടന്നുപോകുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ നല്ല സപ്പോർട്ടുണ്ട്. ഐറ്റം വേറിലെ ഗ്രൂമേഴ്സ്, അർജുൻ സാറ്, ഒരുപാട് മാറ്റങ്ങൾ ഐറ്റം വേറെ കൊണ്ടുണ്ട്. ഇപ്പോൾ മൊത്തത്തിൽ അതിന്റെ അമലിന്റെ ആക്ടിങ്ങിൽ ഒരുപാട് മാറ്റം. അത് ഈ വേദിയിൽ വന്നുകൊണ്ടാണെന്ന് ഉറപ്പിച്ച് തന്നെ പറയാം. ഓക്കെ, കൂടെ പിടിച്ചോ. ഓക്കെ, വെഞ്ചാമരം എളിയ മനുഷ്യൻ പ്രതിവേട്ടനെ വിളിക്കാവുന്നതായിരുന്നു. യെസ്, വെഞ്ചു പറയൂ. ഒരുപാട് സന്തോഷം. കുറച്ച് നാളായിട്ട് ഇച്ചിരി കുറവായിരുന്നു മാർക്ക്. നമ്മൾ റെഡി ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും ഒത്തിരി നന്ദി, സന്തോഷം. അങ്ങനെ ഉഷാറിൽ അങ്ങനെ പോട്ടെ. അതെ, ഓക്കെ. പറയൂ സിസിമോൾ. ഒത്തിരി സന്തോഷമുണ്ട്. പിന്നെ ഗ്രൂമേഴ്സ് ഇതേപോലെ തന്നെ നല്ലോണം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ശശാങ്കൻ ചേട്ടനും രാജ് ചേട്ടനും ഉഷാറായിട്ട് ഹാപ്പി ആയിട്ട് മുന്നോട്ടേക്ക് പോട്ടെ. ഓക്കെ, താങ്ക് യു അമൽ. ശരി അമ്മജി, ഇരുന്ന് തുടങ്ങാറായി. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞു. നമ്മൾ ഒരുപാട് ചിരിച്ചു. അപ്പൊ അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഗുഡ് നൈറ്റ്.